Thank you friends for watching. Thank you for joining in this live. പെസഹായുടെ സന്ധ്യയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 19-ാമത്തെ വാക്യം. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്ത് പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 ശിഷ്യന്മാരുടെ കൂടെ പന്തിയിലിരുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ച്, ഞാനോ കർത്താവേ എന്ന് ചോദിച്ചു തുടങ്ങി. അവൻ ഉത്തരം പറഞ്ഞു, എന്നോട് കൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നിരുന്നുവെങ്കിൽ അവന് കൊള്ളാമായിരുന്നു. എന്നാലേ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദ, ഞാനാണോ റബ്ബി എന്ന് ചോദിച്ചതിന്, നീ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോട് കൂടെ പുതുതായി കുടിക്കും വരെ ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ ഇതിന് കുടിക്കയില്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. സന്ധ്യേ ഭാഗ്യം നിന്നാൽ മിസറേ സഹനിലച്ചു നാഥൻ പെസഹ ഭക്ഷിച്ചോരാ സന്ധ്യയഹോവൻ പേരുന്നാളായി. പെസഹ പെസഹായിൽ ചേർത്തു, പെരുന്നാൾ പെരുന്നാളിൽ ചേർന്നു. നീങ്ങിയ പെസഹ രണ്ടാമത്തേതിൻ ദൃഷ്ടാന്തം മാത്രം. നമ്മുടെ കർത്താവ് പെസഹയിലേക്ക് വന്നിരിക്കുകയാണ്. 1500 വർഷം യഹൂദന്മാർ ആചരിച്ച പെരുന്നാളാണ്. 1500 വർഷം അവർ പെസഹ നടത്തി. അപ്പോൾ 1500-ാമത്തെ വർഷം സാക്ഷാൽ പെസഹ കുഞ്ഞാട് അവരുടെ ഇടയിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ ഈ പെസഹ ആചരിക്കുന്നത്. യഹൂദന്മാര് ആചരിച്ച പെസഹയല്ല ഇന്ന് ക്രിസ്തീയ സഭ ആചരിക്കുന്ന പെസഹ. ഇത് പുതിയ നിയമത്തിന്റെ പെസഹയാണ്. ഇവിടെ നമ്മൾ കൈപ്പുചീരയും ആടും ഉപയോഗിച്ചല്ല ഈ പെസഹ നടത്തുന്നത്. നമ്മുടെ പെസഹ കുഞ്ഞാട്, അപ്പോസ്തലനായ പൗലോസ് പറയും, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നമ്മുടെ പെസഹ കുഞ്ഞാടാണ്. അതുകൊണ്ടാണ് നമ്മള് ചരുളുക കൃപ നിൻ പെസഹായാൽ പെസഹായാൽ പെസഹാടിനെ നീ മശിഹാമോദി ചരുളുക കൃപ നിൻ പെസഹായാൽ പെസഹായാൽ പെസഹാടിനെ നീ മശിഹാമോദി. ചരുളുക കൃപ നിൻ
പെസഹായാൽ പെസഹായാൽ പെസഹാടിനെ നീക്കി മശിഹ. 1500 വർഷമായി യഹൂദൻ ആചരിച്ചു വന്ന ആ പെസഹ, സാക്ഷാൽ പെസഹ ഇവിടെ നടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഓശാനയുടെ ലൈവിൽ ചിന്തിച്ചായിരുന്നു, ഓശാന ദിവസം, ഓശാനയുടെ ദിവസം, അതായത് ആബീബ് മാസം 10-ാം തീയതിയാണ് പെസഹാടിനെ എല്ലാവരും ഒരുക്കി നിർത്തേണ്ടത്. പെസഹാടിനെ എല്ലാവരും ഒരുക്കി നിർത്തേണ്ട ആ ആബീബ് മാസം 10-ാം തീയതി തന്നെ യേശു കർത്താവ് യെരുശലേമിൽ ഹാജരായി. എല്ലാവരും അവനവന്റെ ആടിനെ ഒരുക്കുമ്പോൾ, ആ തിരക്ക് നിൽക്കുമ്പോൾ, കൃത്യം 10-ാം തീയതി തന്നെ, ആബീബ് മാസം 10-ാം തീയതി തന്നെ അവർ ആടിനെ വാങ്ങുമ്പോൾ യേശു കർത്താവ് അതേ ദിവസം ആ യെരുശലേമിൽ എത്തിച്ചേർന്നു. അതാണ് നമ്മൾ വായിക്കുന്നത്. പിന്നീട് യേശു കർത്താവ് ക്രൂശിക്കപ്പെടുന്നത് വരെ വളരെ ധൃതിയിൽ, തൻ്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗമാണെന്ന് അറിഞ്ഞിട്ട് വളരെ ധൃതിയിൽ അവിടെ ഉപദേശങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. കർത്താവ് പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ, പകലുള്ളിടത്തോളം നാം പ്രവർത്തിക്കേണ്ടതാകും. തൻ്റെ ജീവനെ വെച്ചു കൊടുക്കാൻ സമയമായി എന്ന് അറിഞ്ഞിട്ട് ആ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും കർത്താവ് ഒരു തടസ്സവുമില്ലാതെ ശുശ്രൂഷിച്ചു. പെസഹായുടെ ശുശ്രൂഷയിൽ ഇതെല്ലാം നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. നമുക്ക് ഈ വർഷം അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും പെസഹായുടെ ശുശ്രൂഷയിൽ പോകുവാൻ സാധിക്കുന്നില്ലെങ്കിലും പെസഹായുടെ ശുശ്രൂഷ നമുക്ക് പുസ്തകങ്ങൾ ലഭ്യമാണ്, നിങ്ങൾക്ക് അത് വായിച്ചു നോക്കാവുന്നതാണ്. അല്ല, അതിൻ്റെ വീഡിയോകൾ ധാരാളമായിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഉണ്ട്. അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നോക്കുക, അത് പാടുന്നു. പെസഹ പെരുന്നാളിനു മുമ്പേ ബുധനാമാഴ്ചയിലും വ്യാഴത്തിലുമീശൻ മർമ്മം വെളിവാക്കി ചൊന്നാൻ പോകുന്നു നാം. പാവനമാമ്പുരിയിൽ പിടികൂടിയിടും എന്നേയൂതന്മാർ, നിയമം ലംഘിച്ചോനാകും ആദാമിനു വേണ്ടി മാനുഷപുത്രനെ ഏറ്റിടും ശ്ലീബാ ഇൻമീതെ ഹാലേലുയ്യ, അവനേതൻ പോകും. ഇത് നമ്മൾ ബുധനും വ്യാഴവും കർത്താവ് വളരെ ധൃതിയിൽ അവിടെ ജനത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. കർത്താവ് വ്യാഴാഴ്ച വൈകിട്ടാണ് പെസഹ ആചരിക്കുന്നത്. ഇപ്പൊ ഈ പെസഹയെ പറ്റി ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കർത്താവ് പെസഹയിൽ, കർത്താവ് നടത്തിയ അന്ത്യത്താഴ്, ലാസ്റ്റ് സപ്പർ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ പെസഹയിൽ കർത്താവ് ഭക്ഷിച്ചത് പുളിപ്പുള്ള അപ്പമാണോ പുളിപ്പില്ലാത്ത അപ്പമാണോ? നമ്മൾ ബൈബിൾ വായിക്കുമ്പം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ വന്നു, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ വന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നിങ്ങൾ പെസഹ ആചരിക്കുക, പുളിപ്പില്ലാത്ത അപ്പം നിങ്ങൾ കഴിക്കുക, ഇതാണ് നമ്മൾ കാണുന്നത്. കർത്താവ് ഭക്ഷിച്ചത് പുളിപ്പുള്ള അപ്പമാണോ? സുറിയാനി സഭ വിശുദ്ധ കുർബാനയിൽ പുളിപ്പുള്ള അപ്പമാണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും പലരും അതൊരു തെറ്റായിട്ട്, പക്ഷേ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏറ്റവും ഏൻഷ്യന്റ് ട്രേഡിഷനിൽ, ഓർത്തഡോക്സ് ട്രേഡിഷനാണ്, ആ ഓർത്തഡോക്സിയിൽ പുളിപ്പുള്ള അപ്പമാണ് യാതൊരു സംശയവും കൂടാതെ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആദിമ നൂറ്റാണ്ട് മുതൽ, ആദ്യത്തെ വിശുദ്ധ കുർബാന മുതൽ പുളിപ്പുള്ള അപ്പമാണ് ഉപയോഗിച്ചിരുന്നത്. ആദിമസഭ എല്ലായിടത്തും പുളിപ്പുള്ള അപ്പം വെച്ചാണ് വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു കൊണ്ടിരുന്നത്. പിന്നീടാണ് പാശ്ചാത്യർ പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കാൻ തുടങ്ങി. പാശ്ചാത്യവും പൗരസ്ത്യവുമായ ഭിന്നതയിലെ ഒരു പ്രധാന സിമ്പലായിട്ട് നിൽക്കുന്നത് ഈ പുളിപ്പുള്ള അപ്പവും പുളിപ്പില്ലാത്ത അപ്പവുമാണ്. ആംഗ്ലിക്കൻ സഭയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി
പുളിപ്പുള്ള അപ്പവും പിന്നെ പുളിപ്പില്ലാത്തപ്പോൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാമെന്ന് പിന്നീട് അവർ തീരുമാനിച്ചു. ആംഗ്ലിക്കൻ സഭയുടെ ഇതിൽ അവർക്ക് നിർബന്ധമില്ല. ജോൺ കാൽവിൻ വന്നപ്പോൾ ജോൺ കാൽവിൻ പറഞ്ഞു, പുളിപ്പുള്ള അപ്പമോ പുളിപ്പില്ലാത്ത അപ്പമോ അതിന് യാതൊരു പ്രസക്തിയുമില്ല, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ റെഡ് വൈനോ വൈറ്റ് വൈനോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ജോൺ കാൽവിൻ അങ്ങനെയാണ്. പിന്നീട് പലരും പല പരിഷ്കാരങ്ങളും അതിൽ കൊണ്ടുവന്നു. എന്നാൽ ട്രഡീഷണലി ആദിമ സഭ പുളിപ്പുള്ള അപ്പമാണ് ഉപയോഗിച്ചിരുന്നത്. അതിന്റെ കാരണം കർത്താവായ യേശു ആ അത്താഴ നാളിൽ എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത് ലഹമോ ആണ്. പുളിപ്പില്ലാത്ത അപ്പം പത്തീറയാണ്. ലഹമോ എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്, പത്തീറ എന്നല്ല. ഗ്രീക്ക് ഭാഷയിൽ എഴുതുമ്പോൾ അത് ആർട്രോസ് എന്നാണ്. അപ്പം നമ്മൾ വളരെ വ്യക്തമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പുളിപ്പ് ഉള്ള അപ്പമാണ് കർത്താവ് എടുത്തത് എന്നുള്ളതാണ്. അപ്പം അവിടെ ഒരു ചോദ്യം ഉണ്ടാകും, ഈ പെസഹയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പമാണ് എടുക്കേണ്ടത്, പിന്നെ എങ്ങനെയാണ് പുളിപ്പുള്ള അപ്പം എടുത്തത്? അപ്പം കർത്താവ് നടത്തിയത് ആ അന്ത്യ അത്താഴം എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആബീബ് മാസം 14-ാം തീയതി ആണ് പെസഹ. സത്യത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ കർത്താവിന്റെ കാലത്തായപ്പോഴേക്കും 2 പെസഹ ഉണ്ടായിരുന്നു. 2 പെസഹ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ട് യെരുശലേം ദൈവാലയത്തിൽ ഈ പെസഹ പുരോഹിതന്മാർ നടത്തും. കർത്താവിന്റെ കാലത്ത് അത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് അവർ ആ പെസഹ നടത്തുന്നത്. അതായത് ആബീബ് മാസം 14-ന്റെ തുടക്കവുമുണ്ട് ഒടുക്കവുമുണ്ട്. നമ്മളെപ്പോഴും പറയും സന്ധ്യയോട് സന്ധ്യയാണ് ദിവസം തുടങ്ങുന്നത്. അപ്പോൾ ആബീബ് മാസം 14-ാം തീയതി തീരാറാകുമ്പോൾ, അതായത് 3 മണിക്ക്, വെള്ളിയാഴ്ച 3 മണിയാകുമ്പോൾ യെരുശലേം ദൈവാലയത്തിലെ പെസഹ അവർ അർപ്പിക്കും. വെള്ളിയാഴ്ച 3 മണിയാകുമ്പോൾ യെരുശലേം ദൈവാലയത്തിലെ പെസഹ അവർ അർപ്പിക്കും. കർത്താവിന്റെ കാലത്ത് യെരുശലേം ദൈവാലയത്തിൽ 16,000 ആടുകളെയാണ് അറുത്തത്, 16,000. എന്നാൽ തലേ ദിവസം, അതായത് വ്യാഴാഴ്ച വൈകുന്നേരം, യഹൂദന്മാർ അവരുടെ വീടുകളിൽ ഗൃഹനാഥന്മാരുടെ നേതൃത്വത്തിൽ പെസഹ നടത്തും. അവരെല്ലാം ആടുകളെ അറുക്കും. അന്ന് അറുക്കപ്പെട്ടത് 2 ലക്ഷം ആടുകളാണ്. യെരുശലേമിൽ 2 ലക്ഷം ആടുകളെ അറുത്ത് വ്യാഴാഴ്ച പെസഹ നടത്തും. ഈ കൽപ്പനകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളുണ്ട്. യഹോവയുടെ 7 പെരുന്നാളുകൾ, 7 ഉത്സവങ്ങളാണുള്ളത്. അതിൽ 1-ാമത്തെ ഉത്സവമാണ് പെസഹ. 2-ാമത്തത് ഫീസ്റ്റ് ഓഫ് അൺലിവൻ ബ്രെഡ് ആണ്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ്. അതിനുശേഷം പിന്നെ ആദിഫലത്തിന്റെ പെരുന്നാളാണ്, ആദിഫലത്തിന്റെ പെരുന്നാൾ. പിന്നെയുള്ളത് പെന്തക്കോസ്തി പെരുന്നാളാണ്. പിന്നെ കാഹള പെരുന്നാള്, മഹാപാപപരിഹാര പെരുന്നാള്, കൂടാര പെരുന്നാള്. ഇങ്ങനെയാണ് 7 പെരുന്നാളുകൾ, യഹോവയുടെ 7 ഉത്സവങ്ങൾ ഉള്ളത്. പെസഹ പെരുന്നാള് ആബീബ് മാസം 14-ാം തീയതിയാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ 7 ദിവസമാണ്, ഒരു ദിവസമല്ല. അത് 15-ാം തീയതി മുതൽ തുടങ്ങുകയാണ്. നിങ്ങൾ അതിന്റെ ആ കൽപ്പന ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതായത് ആബീബ് മാസം 14-ാം തീയതി പെസഹയും 15-ാം തീയതി മുതൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളുമാണ്. അതായത് 14-ാം തീയതി വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ തുടങ്ങും. അതുകൊണ്ട് 14-ാം തീയതി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായി ഇസ്രായേലിൽ നിന്ന് പുളിപ്പ് മുഴുവൻ അവർ നീക്കും. പുളിപ്പുള്ള അപ്പത്തിന്റെ അവസാനത്തെ തരി വരെ എടുത്തത് കളയും. അതെപ്പോഴാണ് ചെയ്യേണ്ടത്? 14-ാം തീയതി സന്ധിക്കാൻ, അതായത് വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. ഇപ്പൊ വെള്ളിയാഴ്ച അറുക്കപ്പെടുന്ന പെസഹ കുഞ്ഞാട് അവർ വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുമ്പോൾ ശനിയാഴ്ച ആയി. അപ്പോൾ അവർ കഴിക്കുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ്. പിന്നീട് 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം മാത്രമാണ് അവർ കഴിക്കുന്നത്.
പുളിപ്പുള്ള അപ്പം പിന്നീട് അവർ കഴിക്കത്തില്ല. എന്നാൽ തലേ ദിവസം വ്യാഴാഴ്ച വൈകുന്നേരം അവർ കഴിക്കുന്നതിന് പുളിപ്പുള്ള അപ്പം അവർക്ക് കഴിക്കാം. ഇതാണ് ആ കാലഘട്ടത്തിൽ പുളിപ്പുള്ള അപ്പം കഴിച്ചു എന്ന് പറയുന്നത്. കാരണം യഥാർത്ഥ പെസഹ പുളിപ്പില്ലാത്ത അപ്പം വെച്ച് അവർ പിറ്റേ ദിവസമാണ് കഴിക്കുന്നത്. എന്നാൽ തലേ ദിവസമാണ് ഈ ചെറിയ പെസഹ നടക്കുന്നത്. അപ്പം കർത്താവ് നടത്തുന്നത് ആ പെസഹയാണ്. അതുകൊണ്ട് അവിടെ പുളിപ്പുള്ള അപ്പമാണ് എടുത്തുപയോഗിച്ചത്. പിന്നെ അതിന് ദൈവശാസ്ത്രപരമായ ഒരു മാനമുണ്ട്. ദൈവശാസ്ത്രപരമായ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുളിപ്പില്ലായ്മ പാപമില്ലായ്മയെ സൂചിപ്പിക്കുന്നു, പുളിപ്പ് പാപത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതെന്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിപ്പീൻ. അപ്പൊ ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ കർത്താവിൽ പാപമില്ല. അപ്പൊ പുളിപ്പുള്ള അപ്പം വരാൻ പാടില്ല. കാരണം കർത്താവിൽ പാപമില്ലാത്തതുകൊണ്ട് കർത്താവിന്റെ ശരീരത്തെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പം എടുത്തെങ്കിലേ കർത്താവിന്റെ ശരീരത്തെ റെപ്രസെന്റ് ചെയ്തുള്ളൂ. പക്ഷേ കർത്താവ് പുളിപ്പുള്ള അപ്പമാണ് തന്റെ ശിഷ്യന്മാർക്ക് എടുത്തു കൊടുത്തത്. കാരണം ബിഹോൾഡ് ദ ലാംപ് ഓഫ് ഗോഡ്. യോഹന്നാൻ സ്നാപകൻ ഈ ലാമ്പിനെ, ഈ കുഞ്ഞാടിനെ ആദ്യം ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് ബിഹോൾഡ് ദ ലാംപ് ഓഫ് ഗോഡ് ഹു ടേക്സ് അവേ ദ സിൻസ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ ലോകത്തിന്റെ പാപത്തെ ലോകത്തിന്റെ പാപം അവന്റെ മേൽ ആണ്. പൗലോസ് പറയാണ്, പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. അതുകൊണ്ടാണ് കർത്താവ് ആ പുളിപ്പുള്ള അപ്പം എടുത്തിട്ട് തന്റെ ശിഷ്യന്മാർ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എന്റെ ശരീരം. മുഴുവൻ ലോകത്തിന്റെ ഈ പാപം ഇപ്പോൾ അവന്റെ മേലാണ്. അതാണ് പുളിപ്പുള്ള അപ്പം കൊടുത്തത്. അതുകൊണ്ടാണ് ആദിമ സഭ മുതൽ പുളിപ്പുള്ള അപ്പം കൊണ്ട് വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചത്. ഇപ്പൊ നമ്മുടെ സുറിയാനി സഭയിലെ കുർബാനയ്ക്ക് പുളിപ്പുള്ള അപ്പമാണ് ഉപയോഗിക്കുന്നത്. യഹൂദന്മാരുടെ പെസഹയുണ്ട്, സെഡാർ. അപ്പൊ അവരുടെ സെഡാർ ഇപ്പം ഇവിടെ അമേരിക്കയിലൊക്കെ ഇവിടുത്തെ മെസ്സിയാനിക്ക ക്രിസ്ത്യാനികളുടെ അവിടെ നമുക്ക് സെഡാർ പെസഹയ്ക്ക് വേണേൽ പോകാം. അതിന് അവരുടെ ഒരു പ്രവേശന ഫീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോയി പങ്കെടുക്കുക ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ഈ പെസഹയ്ക്ക് അവരുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് അവരുടെ ഏറ്റവും ഇളയ കുഞ്ഞ്, ഏറ്റവും യങ്ങസ്റ്റ് വൺ ഇൻ ദ ഫാമിലി ചോദ്യം ചോദിക്കും. ഏറ്റവും ഇളയ കുഞ്ഞ് ഈ ഭക്ഷണം എല്ലാം എടുത്തു വെച്ച് കഴിയുമ്പം ഒരു ചോദ്യം ചോദിക്കും. കാരണം ഇതിനകത്ത് ഒരുപാട് കോൺവെർസേഷൻ ഉണ്ട്. മാ നിഷ്ഠാന ഹലേല ഹാസെ മിൽക്കോ ഹലേല എന്ന് പറഞ്ഞ ഒരു ചോദ്യമാണ്. ആ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ രാത്രി മറ്റു രാത്രികളെക്കാൾ വിശേഷതയുള്ളത് എന്തുകൊണ്ട്? കർത്താവിന്റെ പെസഹയിൽ ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്ന യോഹന്നാനായിരിക്കും അത് ചോദിച്ചത്. ആ പെസഹയിൽ പങ്കെടുക്കുന്ന ഏറ്റവും ഇളയ വ്യക്തി ചോദിക്കണം എന്നാണ്, ഈ രാത്രിയുടെ വിശേഷത എന്താണ്? 1500 വർഷം യഹൂദന്മാർ പെസഹ ആചരിച്ചപ്പോൾ എല്ലാ ഭവനങ്ങളിലും കുഞ്ഞുങ്ങൾ ചോദിച്ചു, ഈ രാത്രിയുടെ വിശേഷത എന്താണ്? ഇതുപോലെ ഒരു രാത്രി നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിൽ 2 രാത്രികൾ, അത് ലോക ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും വിശേഷതയുള്ള 2 രാത്രികളാണ്. ഒരു രാത്രിയാണ് ഒരു നക്ഷത്രം വഴികാട്ടിയായി ദൂതന്മാരെ ബേത്ലഹേമിലേക്ക് നയിച്ച, ആട്ടിടയന്മാർക്ക് ചുറ്റും ദൂതന്മാർ പറന്നിറങ്ങി നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ രക്ഷകൻ ഈ ഭൂമിയിലേക്ക് ജനിച്ച ഒരു രാത്രി. 2ാമത്തെ രാത്രി ഈ പെസഹയുടെ രാത്രിയാണ്. ഇപ്പൊ ക്രിസ്തുമസിന്റെ രാത്രിയും പെസഹയുടെ രാത്രിയുമാണ്. അതുകൊണ്ട് യഹൂദ കുഞ്ഞുങ്ങൾ ചോദിക്കും. ഇപ്പം നമ്മുടെ യഹൂദന്മാരുടെ ഇടയിലെ ഏറ്റവും ഇളയ കുഞ്ഞ് ഈ ചോദ്യം ചോദിക്കും. അപ്പൊ കാരണവന്മാര് അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കും.
നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അപ്പം തിന്നുന്നത്? എല്ലാ ദിവസവും നമ്മൾ പുളിപ്പുള്ള അപ്പവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നും. ഇപ്പോൾ എന്തിനാണ് പുളിപ്പില്ലാത്ത അപ്പം പാത്രം വെക്കുന്നത്? എല്ലാ ദിവസവും ഇന്ന് എന്താ കയ്പുചീര മാത്രം? സാധാരണ പച്ചക്കറികൾ എന്തുകൊണ്ട് ഇന്നില്ല? നമ്മൾ സാധാരണ നേരെ ഇരിക്കുകയോ പിന്നെ ചെരിഞ്ഞിരിക്കുകയോ ചെയ്യാം. ഈ പെസയ്ക്ക് മാത്രം നമ്മൾ എന്തിനാണ് ചെരിഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ കുഞ്ഞുങ്ങൾ സംശയം ചോദിക്കും. അപ്പോൾ അവർ മിസ്രൈമിൽ അനുഭവിച്ച കഷ്ടങ്ങളെയും ദൈവം അവരെ വിടുവിച്ച വിധങ്ങളെയും കുറിച്ച് ഈ പറയും. അവരുടെ കഷ്ടങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ആ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം. ഓരോന്നും ചാറ് മുക്കുന്ന എന്തുകൊണ്ട്? നമ്മൾ സാധാരണ ചാറ് മുക്കത്തില്ല. ഇപ്പോൾ 2 പ്രാവശ്യം ചാറിൽ മുക്കുന്ന എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ ചോദിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് മുക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ ആ ദൈവം വിടുവിച്ച ആ സ്റ്റോറി പറയുന്ന രാത്രിയാണ് പെസഹയുടെ രാത്രി. ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ പ്ലാൻ ഓഫ് റിഡംഷൻ, സ്കീം ഓഫ് റിഡംഷൻ, ആൻ ആക്ട് ഓഫ് റിഡംഷൻ, ദൈവത്തിന്റെ പിന്നെ വിമോചനത്തിന്റെ പദ്ധതിയും വിമോചനത്തിന്റെ പ്രവൃത്തിയും വിവരിക്കുന്ന രാത്രിയാണ്. എക്സാക്ട്ലി അതായിരിക്കണം കർത്താവ് 3.5 വർഷം തന്റെ ശിഷ്യന്മാരോട് സംസാരിച്ചതിന്റെ മുഴുവൻ കൺക്ലൂഷനായിട്ട് കർത്താവ് അരയിൽ തുവർത്ത് എടുത്ത് കെട്ടി തന്റെ വസ്ത്രം ഉരിഞ്ഞു വെച്ച് തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ തുടങ്ങി. ട്രഡീഷണലി യഹൂദന്മാർ പെസഹയ്ക്ക് കൈയാണ് കഴുകുന്നത്. പക്ഷേ കർത്താവ് ഇവിടെ അവരുടെ കാല് കഴുകുകയാണ്. ആ വിരുന്നിൽ നിന്ന്, ആ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ നിന്നാണ് യൂദ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 13 അധ്യായത്തിലുണ്ട്, ഖണ്ഡം വാങ്ങിയ ഉടനെ യൂദ പുറത്തേക്ക് ഇറങ്ങി. അടുത്ത വാക്യം ഹൃദയഭേദകമാണ്. അപ്പോൾ രാത്രിയായിരുന്നു. വെളിച്ചത്തിൽ നിന്ന്, നീതിസൂര്യന്റെ പ്രഭയിൽ നിന്ന്, സാന്നിധ്യത്തിൽ നിന്ന് യൂദ ഓടിപ്പോയി കൂരിരുളിൽ ചേർന്നു. പ്രഭയെ ദ്വേഷിച്ചോ നിരുൾ സ്നേഹിച്ചു. ഉജ്ജ്വല സൂര്യൻ തൻ കതിരുകൾ കാണായ്വാൻ ദൃഷ്ടികൾ തൻ ദീപ്തി മങ്ങിപ്പോയി. സുവിശേഷിച്ചോനാം സ്ലീഹായൂതായി ചതിവാലാരേവം നിൻ സൗന്ദര്യം ധ്വംസിച്ചു. വീഴ്ച ഭവിച്ചോനെ ദുർഭഗനെ നിന്റെ കയ്യിലിരിക്കുന്നു പ്രതിവിഷപാത്രം. ഇതാണ് നമ്മളെ നിങ്ങൾക്ക് ശുശ്രൂഷ ഉണ്ടായി നിങ്ങൾക്കൊക്കെ പോയി കേൾക്കാമായിരുന്നു. നോക്കുക, ദുർഭഗനോടി പോയി കൂരിരുളിൽ ചേർന്നു. ദുർഭകൻ ഓടിപ്പോയി കൂരിരുളിൽ ചേർന്നു. യൂദയെ കുറിച്ച് പാടുകയാണ്. അപ്പൊ ആ യൂദ ആ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നാണ് ഇറങ്ങിപ്പോയത്. ഇപ്പൊ ഇന്ന് ഈ യഹൂദന്മാരുടെ ഇടയിലെ ആ പാരമ്പര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ യഹൂദന്മാർ ഇവിടെ അമേരിക്കയിലൊക്കെ യഹൂദന്മാരുണ്ട്. അവരുടെ സെഡറിലൊക്കെ ഏറ്റവും ഇളയ കുഞ്ഞ് ചോദിക്കുക, ആ സ്റ്റൈലൊക്കെ മാറി ഇപ്പം കൊയറാണ്. ഇപ്പൊ അവരുടെ ഇടയിൽ കൊയർ പാടുകയാണ്. ഈ 4 ചോദ്യങ്ങൾ കൊയർ പാട്ടായിട്ട് ചോദിക്കും. അപ്പം അവരുടെ റബി ഉത്തരം പറയും. അങ്ങനെയൊക്കെ ഇപ്പൊ അവർ നടത്തുന്നത്. ആധുനികത കടന്നു കയറി. നമ്മുടെ ഇടയിലും ഇപ്പോൾ ഈ കൊയറുകാരുടെ ഒരു ശല്യമുണ്ട്. പെന്തക്കോസ്തിൽ അത് പണ്ടേ സംഭവിച്ചു. ഈ പെന്തക്കോസ്തു പ്രസ്ഥാനങ്ങളുടെ അപചയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കൊയറുകളുടെ ആവിർഭാവമാണ്. അതിനെ അവര് ഈ വർഷിപ്പ് ലീഡർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടായി വന്നിട്ട് പാസ്റ്റർമാരുടെ സ്ഥാനം എല്ലാം കവർന്നെടുത്തു. അവരുടെ ഇടയിലെ പാസ്റ്റർമാർ ഇപ്പോൾ ഒരു ശുശ്രൂഷ പെന്തക്കോസ്തിന്റെ നടന്നാൽ പാസ്റ്റർമാർക്ക് യാതൊരു റോളുമില്ല. കാരണം ഹൈജാക്കഡാണ്. ഈ കാളികൂളി പിള്ളേര് ഇത് ഏറ്റെടുത്തിട്ട് അവരാണ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. അവസാനം പാസ്റ്റേഴ്സിന് കിട്ടുന്ന സമയം വളരെ കുറച്ചാണ്. അതായത് ആത്മീയ നേതൃത്വത്തിൽ ശുശ്രൂഷയ്ക്ക് സമയമില്ല. ഇപ്പോൾ യാക്കോബായ സഭയിലും ഇത് തന്നെ സംഭവിക്കുന്നുണ്ട്. യാക്കോബായക്കാരുടെ പല മീറ്റിങ്ങും ഈ യൂട്യൂബിലുണ്ട്. ഞാനത് കാണുമ്പം യാക്കോബായക്കാരുടെ മീറ്റിങ്ങിലും കൊയറുകാർ രംഗത്ത് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അത് യാക്കോബായ സഭയിലെ അച്ഛന്മാരും മേൽപ്പെട്ടക്കാരും അത് ശ്രദ്ധിച്ച് നിയന്ത്രിച്ചില്ലെങ്കിൽ സഭയുടെ അടിത്തറ തോണ്ടിപ്പോവും. കാരണം പെന്തക്കോസ്തുകാർ നശിച്ച അങ്ങനെയാണ്. കൊയർ വന്നേ പിന്നെയാണ്. ഈ സഭയുടെ പാരമ്പര്യത്തിൽ പാട്ട് പാടുന്നത് പട്ടക്കാരാണ്. പട്ടക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ ഓർഡേഴ്സ് ഉണ്ട്. മസ്പ്രോനോ പട്ടം കൊടുത്തവർ മാത്രമേ പാടാവുള്ളൂ. കോറൂയോ പട്ടം കിട്ടിയവർ മാത്രമാണ് വായിക്കേണ്ടത്.
അപ്പം അതുകൊണ്ട് ആ സമ്പ്രദായ സഭയിൽ തിരിച്ചു വന്നില്ലെങ്കിൽ, സുറിയാനി സഭയിൽ ആ സമ്പ്രദായം തിരിച്ചു വന്നില്ലെങ്കിൽ സഭ നശിക്കും. അതുകൊണ്ട് സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഒരിക്കലും വഴിയെ പോകുന്നതിനെ കൊണ്ട് പാട്ട് പാടിക്കരുത്. ഈ കൊയറുകാർ കൊട്ടേഷനാണ്. അവർ ഇത്ര രൂപയ്ക്ക് കൺവെൻഷൻ പിടിക്കുകയാണ്. പെന്തക്കോസിന്റെ അടിത്തറ ഇളക്കി കളഞ്ഞവരാണ്. കൊയറുകാർ വന്നിട്ട് അവന്മാർ അതിൽ ഇതിലെല്ലാം നടക്കും. വന്നു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട് ഒരു കൊയറുകാരൻ വന്നിച്ച് നമുക്ക് കൈ ഉയർത്തി പാടാം, പൊങ്ങിച്ചാടാം, കൈ ഉയർത്തി കൊട്ടാം. കുറെ അച്ഛന്മാരെ നിന്നും കൊട്ടുന്നുണ്ട്. അച്ഛന്മാരെ കൊണ്ടെല്ലാം കൊട്ടിക്കുകയാണ്. നിങ്ങൾക്ക് ആ പൗരോഹിത്യത്തെ അവഹേളിക്കാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് ഇവൻ ഈ കൊട്ടിപ്പീരും ചാടിപ്പീരും ഈ ഡ്രില്ലെല്ലാം നടത്തിയിട്ട് അവർ അന്നേരം സ്ഥലം വിടും. അവർ ഈ പ്രസംഗം കേൾക്കാനോ ധ്യാനം കൂടാനോ ഒന്നും നിൽക്കത്തില്ല. കാരണം അവരിതിലൊന്നും വിശ്വസിക്കുന്നില്ല. അവരോട് പരിശുദ്ധാത്മാവ് നേരിട്ട് പറയുന്നു, നിങ്ങൾ കൈ ഉയർത്തുവീൻ, നിങ്ങൾ കൈ കൊട്ടുവീൻ, ചാടുവീൻ, ഇതെല്ലാം പറഞ്ഞ് ഒരു ഡ്രില്ല് നടത്തിയിട്ട് അവർ പോവുകയാണ്. അതുകൊണ്ട് യാക്കോബായക്കാരുടെ ഇടയിലാണ് ഇപ്പം അത് ഏറ്റവും കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുന്നത്. നിങ്ങളത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ സഭയുടെ ശുശ്രൂഷയിൽ പാടേണ്ടവൻ പട്ടം മേടിച്ചിരിക്കണം എന്ന് നിങ്ങൾ നിർബന്ധമായിട്ട്, മസ്മറോന് പട്ടം ഉള്ളവനാണ് പാട്ട് പാടേണ്ടത്, കോറൂയ പട്ടം കിട്ടിയവനാണ് വായിക്കേണ്ടത്. അങ്ങനെ മൈനർ ഓർഡേഴ്സ് പുനഃസ്ഥാപിച്ചാൽ സഭ നന്നായിട്ട് പോകും. കാരണം ഞാനീ പറയുന്നത് വെച്ചാൽ പെന്തക്കോസിൽ സംഭവിച്ച അബദ്ധമാണ്. പെന്തക്കോസുകാർക്ക് ഇനി ഒരുപക്ഷെ തിരുത്താൻ പറ്റത്തില്ല. അത്രമാത്രം അവർ മുന്നോട്ട് പോയി. വർഷിപ്പ് ലീഡേഴ്സ് ഇല്ലാത്ത കാര്യം ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അവരുടെ ഏറ്റവും പ്രധാന കൺവെൻഷനിൽ പോലും വഴിയെ പോകുന്ന ഓരോരുത്തർ വന്നിങ്ങനെ ചാടുകയും മറിയുകയും അത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ അതാണ് സ്പിരിച്വാലിറ്റിയുടെ സ്റ്റാൻഡേർഡ് എന്ന് ഇപ്പോൾ കണ്ടിട്ട് ഇപ്പോൾ ഈ മറ്റ് അപ്പോസ്തോലിക സഭകളിലും ആ സമ്പ്രദായം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ സഭകളും ആ കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ യഹൂദന്മാരുടെ ഇടയിൽ ഇപ്പം കൊയറുകാർ വന്നിട്ട് അവരുടെ ഇടയിൽ ഈ കൊയറുകാരാണ് ഇപ്പൊ ആ പാട്ട് പാടുന്നതെന്ന് ഞാൻ പറഞ്ഞെന്നുള്ളൂ. പിന്നെ യഹൂദന്മാരെന്ത് പാടിയാലും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പം ഈ ചോദ്യങ്ങൾ, ഈ പിള്ളേർ ചോദിക്കുന്ന ചോദ്യം ഇപ്പം ചോദിക്കുന്നത് ഈ കൊയറുകാരാണ്. ഇപ്പം അവർ ചോദിക്കുന്ന 4 ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞില്ല. ആ 4 ചോദ്യം അവർ ചോദിക്കുന്ന വേണമെങ്കിൽ നമുക്ക് കേൾക്കാം. അവർ ചോദിക്കുന്നത് ഞാൻ വേണമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. പാട്ട് 4 ചോദ്യം. അതായത് ഈ രാത്രി എന്തുകൊണ്ടാണ് മറ്റു രാത്രികളെക്കാൾ വിശേഷത ഉള്ളതായിരിക്കുന്നത്? ഈ രാത്രിയിൽ എന്തുകൊണ്ടാണ് നമ്മൾ കയ്പുചീര കഴിക്കുന്നത്? ഈ രാത്രി എന്തിനാണ് നമ്മൾ ചാഞ്ഞിരിക്കുന്നത്? ഇതാണ് ചോദ്യം. ഇതാണ് ചോദിക്കുന്നത്. מה נשתנה הלילה הזה מכל הלילות, מכל הלילות? Here comes number 1. שבכל הלילות אנו אוכלים חמץ ומצה, חמץ ומצה. הלילה הזה כולו מצה. הלילה הזה כולו מצה. Number 2, here we go. שבכל הלילות אנו אוכלים ירקות, ירקות. הלילה הזה מרור, מרור. הלילה הזה מרור, מרור. ഇല്ല ചോദിക്കുന്ന ഹൈ ലൈല ഹസേ മാറോർ, ഇത് അവര് യഹൂദന്മാര് ചോദിക്കുന്നതാണ്. ഈ രാത്രി എന്തുകൊണ്ടാണ് മറ്റു രാത്രികളെക്കാൾ വിശേഷതയുള്ളത്? ഈ പാട്ടിന്റെ മറുപടി ആയിട്ടാണ് അവര് റിഡംഷൻ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഭക്ഷണം കഴിക്കുന്നത്. ഈ സെഡാർ എന്ന് പറയുന്ന യഹൂദന്മാരുടെ പാസ് ഓവറാണ്. ബിജു പീഡിയക്കലാണ് ചോദിച്ചത്. നിങ്ങൾ ഇംഗ്ലണ്ടിലും ഉണ്ട്, അവിടെ ജൂവിഷ് കമ്മ്യൂണിറ്റി നിങ്ങളെ കയറ്റത്തില്ല. പക്ഷെ മെസ്സിയാനിക് ക്രിസ്ത്യൻസിന്റെ അടുത്ത് ചെന്നാൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. അവർ വെൽക്കം ചെയ്യും, നിങ്ങൾക്കും പങ്കെടുക്കാം. ഇവിടെ ഞങ്ങളുടെ അടുത്തുണ്ട് മെസ്സിയാനിക് ക്രിസ്ത്യൻസ്, ഒരുപാട് പേരുണ്ട്. നമ്മൾ സെഡാർ ഡിന്നറിന് പോയാൽ മതി, $20 ഉള്ളൂ. $20 കൊടുത്താൽ നമുക്ക് അവിടെ പോയി അവരെങ്ങനെയാണ്, അവർ ട്രഡീഷണലി എങ്ങനെയാണ് ഈ പാസ് ഓവർ നടത്തുന്നത് നേരിട്ട് കാണാം. അപ്പോൾ അവർ എന്നെ കയ്പുചീരിയുണ്ട്, ഒരു പ്രത്യേക ഒരു ചാറൊക്കെ വെക്കും. അത് മിസ്രൈമിൽ അവര് ഇഷ്ടിക പടന്നപ്പം അതിനിടയ്ക്ക് വെച്ചിരുന്ന ചാന്ദിനി ഓർമ്മിപ്പിക്കും. അന്ന് അവരുടെ ഓരോ കഷ്ടതയും മാച്ച എന്ന് പറഞ്ഞാൽ ഒരു ബ്രെഡുണ്ട്. ആ ബ്രെഡിൽ ഇങ്ങനെ അടിച്ച പാടുണ്ട്, ചാട്ടവാറിന് അടിച്ച പാടിങ്ങനെ
പക്ഷെ ആ ബ്രെഡാണ് അവരെടുത്ത് ഉയർത്തുന്നത്. സത്യത്തിൽ നിങ്ങൾ ഓർക്കണം, ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് അപ്പം എടുത്ത് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് അവൻ്റെ ശരീരത്തിൽ ചാട്ടവാറ് വന്ന് വീഴുകയാണ്. ആ മാൻസാ ബ്രെഡിലുള്ള ആ അടിപ്പാട് അതേപടി അവൻ്റെ ശരീരത്തിൽ വരികയാണ്. എത്ര കൃത്യമായിട്ട്, എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇതിനെ കർത്താവ് മുൻകുറിയായിട്ട് കാണിച്ചത് എന്ന് നമ്മൾ ഓർക്കുക. അതുപോലെ അവരുടെ ഇതിലെ ഈ 4 കപ്പാണ് വെക്കുന്നത്. 4 കപ്പ് പിന്നെ പാസ് ഓവർ, അതായത് സെഡാർ ഡിന്നറിന് 4 കപ്പ് കുടിക്കണം. 4 ചോദ്യങ്ങൾ അവർ ചോദിക്കും, 4 കപ്പ് അവർ കുടിക്കും. അത് 4 തരത്തിലുള്ള അവരുടെ വീണ്ടെടുപ്പ്, 4 തരത്തിലുള്ള വീണ്ടെടുപ്പിനെ സൂചിപ്പിക്കാനാണ് അവർ 4 കപ്പ് വെക്കുന്നത്. ഒന്നാമത്തെ കപ്പ് വിശുദ്ധിയുടെ കപ്പാണ്, കിദ്ദുഷി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കപ്പ് വിശുദ്ധിയുടെ കപ്പ്. രണ്ടാമത്തെ കപ്പ് അവരുടെ വീണ്ടെടുപ്പിന്റെ കപ്പ്. മൂന്നാമത്തെ കപ്പ് ബ്ലെസ്സിങ്ങിന്റെ കപ്പ്. 4ാമത്തെ കപ്പ് സ്തോത്രത്തിന്റെ കപ്പ്. അങ്ങനെ 4 കപ്പ് അവര് അവിടെ വെക്കും. 4 കപ്പ് കുടിക്കും. 5ാമതൊരു കപ്പ് അവർ വെക്കും. ആ കപ്പിനെ ആരും കുടിക്കത്തില്ല. അതിന് ഏലിയാവിന്റെ കപ്പ് എന്നാണ് പറയുന്നത്. കാരണം അത് വരുവാനുള്ള മശിഹായെ സൂചിപ്പിക്കുന്നതാണ്. മശിഹ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന വീണ്ടെടുപ്പിന് വേണ്ടി. അപ്പോൾ ഇവിടെ യഹൂദന്മാർ അങ്ങനെ ഈ വെക്കുമ്പോൾ 5ാമത്തെ കപ്പ് വെക്കും, അത് കുടിക്കത്തില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതിന് പ്രസക്തിയില്ല, കാരണം നമ്മുടെ മശിഹ വന്നു കഴിഞ്ഞു. അപ്പൊ കഷ്ടതയുടെ കപ്പ്, സഫറിങ്, കപ്പ് ഓഫ് സഫറിങ്, കപ്പ് ഓഫ് ഹോളിനെസ്, സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിന്റെ കപ്പ്. ഒന്നാമത്തെ കപ്പ് സാങ്ക്ടിഫിക്കേഷന്റെ കപ്പാണ്. 2ാമത്തെ കപ്പ് വിശുദ്ധീകരണത്തിൻ്റെതാണ്. പിന്നെ അനുഗ്രഹത്തിൻ്റെയാണ്, കപ്പ് ഓഫ് ബ്ലെസ്സിങ് ആണ്. അവസാനം 4ാമത് കപ്പ് ഓഫ് ഹാലേലാണ്. അതാണ് നമ്മൾ വായിക്കുന്ന, അവർ സ്തോത്രം പാടിയ ശേഷം അവർ ഒലിവ് മലയ്ക്ക് പോയി എന്ന്. 5ാമത്തെ കപ്പ് ആരും കുടിക്കത്തില്ല, അതവിടെ വെക്കും, ഏലിയാവിന്റെ കപ്പ്. നമ്മൾ ഈ കപ്പുകളെ ശ്രദ്ധിച്ചു നോക്കുമ്പം, പാനപാത്രത്തെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, യെശയ്യാ പ്രവചനം 30:20 പറയുന്നുണ്ട്, കർത്താവ് എനിക്ക് കഷ്ടതയുടെ പാനപാത്രം തന്നാലും ഞെരുക്കത്തിന്റെ അപ്പം, കഷ്ടതയുടെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും. The cup of sufferings. ഇനി കപ്പ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിന്റെ കപ്പ്. ഇനി നമ്മൾ പറയുക, നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ഇതിലേത് കപ്പാണ്? ഇതിലേത് കപ്പാണ്? പൗലുസ്ലീഹയാണ് ഉത്തരം തരുന്നത്. നമ്മളെ ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്ന പൗലുസ്ലീഹയാണ്. പൗലുസ്ലീഹ പറയുകയാണ്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ രക്തത്തിൻ കൂട്ടായ്മയല്ലയോ? വിശുദ്ധ കുർബാനയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹത്തിന്റെ പാനപാത്രമാണ്, അനുഗ്രഹത്തിന്റെ പാനപാത്രം. വാട്ട് അബൌട്ട് കപ്പ് ഓഫ് സഫറിങ്? ആ കഷ്ടതയുടെ കപ്പ് എന്തിയെ? യേശു അത് കുടിച്ചു. കുരിശിൽ വെച്ച് യേശു അത് കുടിച്ചു. വാട്ട് അബൌട്ട് കപ്പ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ? വിശുദ്ധീകരണത്തിന്റെ കപ്പ് നമുക്ക് തരുന്നുണ്ടോ? നോ. ക്രൈസ്റ്റ് ഈസ് അവർ ഹോളിനെസ്. ക്രിസ്തുവാണ് നമ്മുടെ വിശുദ്ധി. അപ്പൊ വിശുദ്ധീകരണത്തിന്റെ കപ്പ് അല്ല നമുക്ക് തന്നിരിക്കുന്നത്, കഷ്ടതയുടെ കപ്പ് അല്ല നമുക്ക് തന്നിരിക്കുന്നത്. മറിച്ച് അതെല്ലാം കർത്താവ് കുടിച്ചിട്ട് നമുക്ക് അനുഗ്രഹത്തിന്റെ പാനപാത്രം തന്നിരിക്കുകയാണ്. നമ്മൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഇതാണ് ഈ പെസഹ നമുക്ക് നൽകുന്ന സന്ദേശം. കാരണം ഈ യഹൂദന്മാർ വെച്ചിരിക്കുന്ന പെസഹയിലെ കപ്പുകളിൽ നിന്ന് അനുഗ്രഹത്തിന്റെ പാനപാത്രം, അതാണ് പൗലോസ് സ്പെസിഫിക് ആയിട്ട് എഴുതുന്നത്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം ക്രിസ്തുവിൻ രക്തത്തിൻ കൂട്ടായ്മയല്ലോ. പിന്നെ നമ്മൾ യഹൂദന്മാരുടെ പെസഹയ്ക്ക് പോയാൽ നമുക്ക് കാണാം,
അവര് ഈ മാറ്റ്സ, അതായത് ഈ അപ്പം ഒരു തുണി കൊണ്ട് മൂടി വെക്കും. ഈ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ഈ അപ്പം ഒരു തുണി കൊണ്ട് മൂടി വെക്കും, എന്നിട്ട് പാനപാത്രം ഉയർത്തി സ്തോത്രം ചെയ്യും. അപ്പം എക്സാക്ട്ലി യഹൂദന്റെ പെസഹയിൽ എന്ത് നടക്കുന്നോ അതേ രീതിയിലാണ് സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാന നടക്കുന്നത്. മനസ്സിലായി? ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, സുറിയാനി സഭയുടെ ആരാധനാ സമ്പ്രദായം മുഴുവൻ ജൂവിഷ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒത്തിരി ആളുകൾ ചോദിക്കും ഇതെല്ലാം ബാബിലോണിയമാണ്, അല്ലെങ്കിൽ പൈശാചികമാണ്, മാനുഷികമാണ്. ഇവർക്ക് ആർക്കും അറിയത്തില്ല കുർബാന വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്. അപ്പൊ വിശുദ്ധ കുർബാനയിൽ നമ്മൾ കണ്ട അപ്പം മൂടി വെക്കും, ശോശപ്പ വെച്ച് അപ്പം മൂടി വെക്കും, കാസായ എടുത്തുയർത്തും. അപ്പൊ ഈ കാസായ എടുത്തുയർത്തുന്നതും അപ്പം മൂടി വെക്കുന്നതും എക്സാക്ട്ലി ആ അവസാനത്തെ അത്താഴ നാളിൽ യേശു കർത്താവ് എന്തു ചെയ്തോ അതാണ് ചെയ്തത്. കാരണം അത് യഹൂദന്മാരുടെ പാരമ്പര്യം, യഹൂദന്മാർ അതാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഡിന്നറിന് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവർ ഈ അപ്പം ഇങ്ങനെ മൂടി വെക്കും, പിന്നെ അപ്പം ആ മൂടിയിരിക്കുന്നത് ഇങ്ങനെ മാറ്റും. അതാണ് ഈ ശോശപ്പ മാറ്റും. അപ്പൊ ഈ ശോശപ്പായിൽ നിന്ന് ഇവർ ഈ തുണി മാറ്റുന്ന സമയത്ത് അവർ തലയിലെ തുണി ഇങ്ങനെ മാറ്റും, പിന്നെ തലയിലെ തുണി ഇടും. അപ്പൊ പിന്നെ ശോശപ്പയിൽ ഇത് മാറ്റി ഇങ്ങനെയാണ്. നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുന്നതാണ്. നമ്മുടെ മേൽപ്പെട്ടക്കാരൊക്കെ കുർബാന വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇടയ്ക്ക് ഈ തുണി ഇങ്ങനെ മാറ്റുന്നേ, പിന്നെ ഇങ്ങനെ പൊക്കിയിടുന്നവരുണ്ടോ? ഞാനൊന്ന് ഓർത്തോണ്ടിരുന്നത് തിരുമേനിക്ക് ചൂടടിക്കുമ്പോൾ മാറ്റുന്ന, അന്ന് ചൂട് കൂടി കാണും, ഇങ്ങനെ മാറ്റി ഇച്ചിരി നേരം ഫാൻ്റെ കാറ്റടിപ്പിച്ചിട്ട് പിന്നെയും വെക്കുന്നു. അത് ഈ ശോശപ്പ അപ്പത്തിന്റെ മുകളിൽ നിന്ന് മാറുമ്പോഴാണ് ഈ തുണി മാറ്റുന്നത്. ഇത് കോറിലേറ്റഡാണ്. നിങ്ങൾ ആ യഹൂദ പാരമ്പര്യം പഠിക്കണം. അപ്പോൾ എന്താണോ കർത്താവ് അവസാനത്തെ അത്താഴ നാളിൽ ചെയ്തത് അതിന്റെ അതേ രീതിയിലുള്ള അനുകരണമാണ് ഒന്നാമത്തെ വിശുദ്ധ കുർബാന യാക്കോബ് ശ്ലീഹ നടത്തിയപ്പോൾ നടത്തിയത്. അല്ലാതെ ഈ ഇവർ നടത്തുന്ന പോലെയല്ല, ഞാനത് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു പാരമ്പര്യം അതേപടി തുടർന്ന് പോകുന്നു. അതുകൊണ്ട് ആദിമസഭ പുളിപ്പുള്ള അപ്പം തന്നെ വെച്ചു, അവര് നടത്തിയ പോലെ നടത്തി. അവര് വിരിച്ചൊരുക്കിയ മാളിക മുറിയിൽ വെച്ചാണ് കർത്താവ് പെസഹ നടത്തി. അല്ല വഴിയേരിയിലിരുന്നു, ഷെഡിലിരുന്നു എന്നല്ല, വിരിച്ചൊരുക്കിയ മാളിക മുറിയിൽ. അതുകൊണ്ടാണ് സഭ വിശുദ്ധ കുർബാനയ്ക്ക് എത്ര പരിമിതികളുണ്ടെങ്കിലും വിരിച്ചൊരുക്കുന്നത്. അതുകൊണ്ടാണ് ഈ മദ്ബഹായിലെ അലങ്കാരങ്ങളും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്ന ആ ഒരു ട്രഡീഷനിൽ നിന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ജൂവിഷ് ട്രഡീഷനിൽ നിന്ന് ആ കർത്താവ് നടത്തിയ ആ പെസഹയുടെ അതേ അനുകരണത്തിലാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടു. അല്ലാതെ പിന്നീട് എവിടെയെങ്കിലും പോയി വായിച്ചറിഞ്ഞല്ല. ഈ 4 കപ്പുകൾ 4 തരത്തിലുള്ള 4 വ്യത്യസ്ത നിലവാരത്തിലുള്ള ഡെലിവറൻസിനെ സൂചിപ്പിക്കുകയാണ്. ഈ 4 കപ്പിനെ കുറിച്ച് അവര് പറയുന്ന പല കാര്യങ്ങൾ യഹൂദന്മാർ പറയും. അവർ പറയും 4 കപ്പ് 4 മാതാക്കളെ സൂചിപ്പിക്കുന്നു എന്ന് പറയും. ഒന്ന് സാറായെ സൂചിപ്പിക്കുന്നു, റബേക്കയെ സൂചിപ്പിക്കുന്നു, ലേയെ സൂചിപ്പിക്കുന്നു, റാഹേലിനെ സൂചിപ്പിക്കുന്നു. 4 കപ്പ്. അവർ 3 അപ്പം എടുത്തു വെക്കും. ആ 3 അപ്പം അബ്രഹാമിനും ഇസ്ഹാക്കിനെ യാക്കോബിനെ സൂചിപ്പിക്കുന്നു. യഹൂദന്മാർ പല തരത്തിലുള്ള വിശദീകരണങ്ങൾ അവർ കൊടുക്കും. പിന്നെ 4 കാലങ്ങളെ സൂചിപ്പിക്കുന്നു. അവർ പലതരത്തിലാണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ ഓരോ റബിമാരോടും ചോദിച്ചാൽ ഓരോ റബിമാരും ഓരോ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യും, ഓരോ രീതിയിൽ അവർ അതിനെ വ്യാഖ്യാനിക്കും. അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. 4 കപ്പ് അവിടെ ഉണ്ടായിരുന്നു. 5-ാമത്തെ ഒരു കപ്പ് അവർ കുടിക്കാതെ വെച്ചിരുന്നു. പിന്നെ ഈ വലിയ പെസഹ ഉണ്ടായിരുന്നു, ചെറിയ പെസഹ ഉണ്ടായിരുന്നു. യേശു കർത്താവ് നടത്തിയത് ചെറിയ പെസഹയാണ്. അപ്പം ചെറിയ പെസഹയിൽ പുളിപ്പില്ലാത്ത അപ്പം വേണം നിർബന്ധമില്ലായിരുന്നു. യേശു കർത്താവ് എടുത്ത് ഉയർത്തി കൊടുത്തത് പുളിപ്പുള്ള അപ്പമാണ് കൊടുത്തത്, പുളിപ്പില്ലാത്ത അപ്പമല്ല കൊടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മൾ പാരമ്പര്യമായിട്ട് പുളിപ്പുള്ള അപ്പം തന്നെ ഉപയോഗിക്കുന്നത്. പെസഹയിലെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ് പിറ്റേ ദിവസം തൊട്ട് നടക്കുന്നതെങ്കിലും പുളിപ്പില്ലാത്ത. യേശു കർത്താവ് വ്യാഴാഴ്ച വൈകുന്നേരം ആണ് ഈ അവസാനം തൻ്റെ സപ്പർ നടത്തിയത്, പെസഹ നടത്തിയത്.
പക്ഷെ യെരുശലേം ദേവാലയത്തിൽ യഥാർത്ഥ പെസഹ നടക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്കാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് 16,000 ആടുകളെ യെരുശലേം ദേവാലയത്തിൽ അറുത്ത് യഹൂദൻ പെസഹ നടത്തുമ്പോൾ സന്ധ്യായാഗത്തിന്റെ സമയത്ത് പെസഹ കുഞ്ഞാടുകളാണ് പതിവ് അനുദിന യാഗത്തിൽ നിന്ന് വ്യത്യസ്തമായി അന്ന് അറുക്കപ്പെട്ടത്. പുരോഹിതന്മാർ കൈമലർത്തി പാപപരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതേ സമയത്താണ് നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ തൻ്റെ ജീവനെ പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു പരീശൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ട് ഈ കാര്യങ്ങളെ ഗ്രഹിച്ച ഒരു പരീശൻ അന്ന് യെരുശലേമിലുണ്ടായിരുന്നു. ഒരു കൊടും പരീശൻ, ഭയങ്കര തീഷ്ണതയുള്ളൊരു പരീശൻ യെരുശലേം ദേവാലയത്തിലെ പെസഹയിൽ പങ്കെടുത്തിരുന്നു. ആ പരീശൻ പിൽക്കാലത്ത് ക്രിസ്ത്യാനിയായി മാറിയിട്ട് ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹം എഴുതി വെച്ചു, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, ക്രിസ്തു തന്നെ. അന്ന് യെരുശലേം ദേവാലയത്തിൽ അർപ്പിച്ച 16,000 ആടുകൾ അഭിമാനത്തോടെ അന്ന് ആ യെരുശലേം ദേവാലയത്തിൽ പോയി നിന്ന ആളാണ് പൗലൂസ്. യെരുശലേം ദേവാലയത്തിൽ പോയി നിന്ന് ആ ആടുകൾ അറുക്കപ്പെടുന്നതും എല്ലാം കണ്ട് അഭിമാനിച്ച് തൻ്റെ പാരമ്പര്യത്തിൽ ഊറ്റെല്ലാം കൊണ്ടു. അന്ന് നഗരവാതിലിന് പുറത്ത് ക്രിസ്തു കഷ്ടമനുഭവിച്ച് ആ ചന്തസ്ഥലത്ത് ഉയർത്തപ്പെട്ട ക്രൂശിൽ ഉച്ചത്തിൽ നിലവിളിച്ച് തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. യഥാർത്ഥ പെസഹ, സാക്ഷാൽ പെസഹ കുഞ്ഞാട് അവിടെയാണ് അറുക്കപ്പെട്ടത്. സാക്ഷാൽ പെസഹ കുഞ്ഞാട്. ഞങ്ങൾക്കായുളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപശീക നിൻഹാശായിൻ കഷ്ടതയാൽ നേടണമവകാശം രാജേദേവാ ദയയുണ്ടാകേണം നാഥ കൃപ തോന്നേണവൻപാ ക്രൂശകർ തന്നവസാനത്തെ പെരുന്നാളാം പെസഹ വന്നു. നാഥൻ പ്രേരണ കൂടാതെ സ്വയമേ കുഞ്ഞാടായി തീർന്നു. നിൻഹിതമെന്തെന്നറിയിക്ക പെസഹായെവിടെയൊരുക്കേണം. സദയം താണോരുന്നതനോ ദേവം ശിഷ്യർ ചോദിച്ചു ദേവാ ദയയുണ്ടാകേണം നാഥ കൃപ തോന്നേണവൻപാ. അപ്പോൾ യേശു കർത്താവ് ഇപ്പൊ ഗ്രീക്കിൽ എഴുതുന്ന ആർട്രോസ് എന്നാണ്. ആർട്രോസ് എന്ന് പറഞ്ഞാൽ ലീവൻഡ് ബ്രെഡാണ്, പുളിപ്പുള്ള അപ്പമാണ്. അസീമോസ് എന്ന് പറയുമ്പോഴാണ് പുളിപ്പില്ലാത്ത അപ്പം. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക, യേശു കർത്താവ് കൊടുത്ത ആർട്രോസ് ആണ്, അസീമോസ് അല്ല. ലഹോമയാണ്, പത്തീറയല്ല. പത്തീറ എന്ന് പറയുന്നതാണ് പുളിപ്പില്ലാത്ത അപ്പം, ലഹോമോ എന്ന് പറയുന്നത് പുളിപ്പുള്ള അപ്പമാണ്. ഈ പുളിപ്പില്ലാത്ത അപ്പം എന്തുകൊണ്ടാണ് ഈ പെസഹയിൽ വന്നത് എന്ന് ചോദിച്ചാൽ, അവർക്ക് സമയം കിട്ടിയില്ല അപ്പം മാവ് പുളിപ്പിക്കാൻ. കാരണം പെസഹ തിടുക്കത്തിൽ കഴിക്കണം. നമുക്കിങ്ങനെ സ്ലോവിലൊന്നും കഴിക്കാൻ പറ്റത്തില്ല, തിടുക്കത്തിൽ കഴിക്കണം. അപ്പോൾ ചോദിക്കും, എന്തിനാണ് നമ്മൾ തിടുക്കത്തിൽ കഴിക്കുന്നത്? അപ്പോഴാണ് പറയുന്നത് പരാക്രമപ്പെട്ട് ഓടുകയാണ്. പെസഹ എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ നിന്ന് ജീവനും വാരിക്കെട്ടി, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ഊര് വാരിക്കെട്ടി ഓടുക. അപ്പോൾ സമയമില്ല. അപ്പം മാവൊക്കെ പുളിപ്പിച്ച മാവ് കൊണ്ട് അപ്പമൊക്കെ ചുട്ട് അങ്ങനെ അതിന് വരാനൊന്നും സമയമില്ല, തിടുക്കമാണ്. അതുകൊണ്ട് ആ തിടുക്കത്തിൽ ഓടിയത് കൊണ്ട് നമുക്ക് മാവ് പുളിപ്പിക്കാൻ സമയം കിട്ടിയില്ല. അപ്പം അതിൻ്റെ ഒരു അനുസ്മരണമാണ്. നിങ്ങൾ നോക്കുക, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 38 മുതൽ ഞാൻ വായിക്കാം. പുറപ്പാട് പുസ്തകം 12
വലിയൊരു സമ്മിശ്ര പുരുഷാരവും ആടുകളും കന്നുകാലികളുമായി അനവധി മൃഗങ്ങളും അവരോടുകൂടെ പോന്നു. മിസ്രയീമിൽ നിന്ന് കൊണ്ടുപോകുന്ന കുഴച്ച മാവ് കൊണ്ട് അവർ പുളിപ്പില്ലാത്ത ദോശ ചുട്ടു. അവരെ മിസ്രയീമിൽ ഒട്ടും താമസിപ്പിക്കാതെ ഓടിച്ചു കളയാൻ അത് പുളിച്ചിരുന്നില്ല. അവർ വഴിക്ക് ആഹാരമൊന്നും ഒരുക്കിയിരുന്നതുമില്ല. ഇനി 33-ാമത്തെ വാക്യം. മിസ്രയീമ്യർ ജനത്തെ നിർബന്ധിച്ച് വേഗത്തിൽ ദേശത്ത് നയിച്ചു. ഞങ്ങൾ എല്ലാവരും മരിച്ചു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ജനം കുഴച്ച മാവ് പുളിക്കുന്നതിന് മുമ്പേ തൊട്ടികളോടുകൂടെ ശീലകളിൽ കെട്ടി ചുമലിൽ എടുത്തുകൊണ്ട് പോയി. നിങ്ങളത് കാണത് സംഭവിച്ചെന്നാണ്. മിസ്രയീമിലെ വീടുകളിലെല്ലാം ആളുകൾ ഇങ്ങനെ മരിക്കാൻ തുടങ്ങി. ആദ്യമാരെല്ലാം മരിക്കുകയാണ്. അപ്പൊ ഈ നാശം പിടിച്ച ജനം കാരണമാണ്. ന്യൂസ് കിട്ടിയപ്പം അവര് മിസ്രയീമിൽ ചെന്ന് ഓരോ അടുത്തുള്ള ഇസ്രായേലിനോട് വിട്ടു പൊക്കോ എന്ന് പറയുക. അപ്പൊ ഇവര് മാവ് പുളിക്കാൻ വേണ്ടി പറഞ്ഞു അതിനൊന്നും സമയമില്ല, മാവ് പുളിക്കാനൊന്നും സമയമില്ല, ഓടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ മാവ് പുളിപ്പിക്കാൻ അവർക്ക് സമയം കിട്ടിയില്ല. അതായത് കുഴച്ച മാവ് പുളിമാവ് ചേർത്ത് മിക്സ് ചെയ്ത് പൊങ്ങാൻ വേണ്ടിയൊക്കെ നിൽക്കണ്ടേ. ഇപ്പോഴത്തെ ആധുനിക കാലത്ത് നമ്മുടെ നാട്ടില് ഈ ബേക്കറിയിലൊക്കെ റൊട്ടി കെമിക്കൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. 15 മിനിറ്റ് മതി മാവ് പുളിക്കാൻ. ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യം നാട്ടിൽ വന്നപ്പം ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബേക്കറിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു 15 മിനിറ്റ് മതി എന്ന് പറഞ്ഞു. പഴയ കാലത്ത് എൻ്റെ വല്യപ്പനും ഒക്കെ ഈ റൊട്ടി ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ തലേദിവസം മാവ് കുഴച്ച് വെച്ച് പിറ്റേ ദിവസമാണ് ഉണ്ടാകുന്നത്. അത്രയും ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് നമുക്ക് 100 റൊട്ടി വേണമെന്ന് ഓർഡർ കിട്ടിയാൽ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം 100 റൊട്ടി വേണമെന്ന് കഴിഞ്ഞാൽ മാവ് പൊളിച്ച് വരണ്ടേ. പക്ഷേ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോൾ ഞാൻ അവിടെ അടുത്തുള്ള ഒരു ബേക്കറിക്കാരൻ എന്നോട് പറയുകയാണ്, ശുഭു പറഞ്ഞു ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, പുതിയ ടെക്നോളജിയാണ്. ഇപ്പം നമുക്ക് 500 റൊട്ടി വേണമെന്ന് പറഞ്ഞാലും നമുക്ക് അരമണിക്കൂറാണ്. കാരണം 15 മിനിറ്റ് മതി. ഞാനെന്നൊരു ചോദിച്ചു, അധികം അതെന്നാ സാധനം, അത് കൂടിയ കെമിക്കലാ. പുള്ളിക്ക് കെമിക്കലിന്റെ പേരൊന്നും അറിയത്തില്ല. അതെല്ലാം കൂടെ കൊടും വിഷമാണ് ഇന്നിപ്പോൾ റൊട്ടിയായിട്ട് കിട്ടുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ട്രഡീഷണലി ഈസ്റ്റ് ഇട്ട് പുളിപ്പിച്ച് ഉണ്ടാക്കുന്ന ബ്രെഡല്ല. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഓവൻ ഉള്ളവർ ബ്രെഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് റൊട്ടി ഉണ്ടാക്കാം. സ്വല്പം ഈസ്റ്റ് മേടിച്ച് നിങ്ങൾക്ക് തന്നെ മാവ് കുഴച്ച് വെച്ച് സ്വന്തമായിട്ട് റൊട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ ബേക്കറിയിലെ റൊട്ടി മുഴുവൻ കൊടും വിഷമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം 15 മിനിറ്റ് കൊണ്ടാണ് അവരിപ്പം മാവ് പുളിപ്പിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് മാവ് പുളിപ്പിക്കാൻ സമയം കിട്ടിയില്ല. മിസ്രയീമ്യർ അവരെ തിടുക്കത്തിൽ ഓടിച്ചു വിട്ടു. അതുകൊണ്ടാണ് നിങ്ങൾ പുറപ്പാട് പുസ്തകം 12 വായിക്കുന്നത്. അതുകൊണ്ട് ജനം കുഴച്ച മാവ് പുളിക്കുന്നതിന് മുമ്പേ തൊട്ടികളോടുകൂടെ ശീലകളിൽ കെട്ടി ചുമലിൽ എടുത്തുകൊണ്ട് പോയി. ടൈം കിട്ടിയില്ല. ഇതാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് പെസഹ. പക്ഷെ ന്യൂ ടെസ്റ്റ്മെന്റ് പെസഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാന പ്രഭു നമ്മോട് കൂടെ, അവൻ രക്ഷിക്കുന്ന വീരനായി തന്റെ ജനത്തിന്റെ ഇടയിൽ പാർക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ആവർത്തിച്ച് സമാധാനം ഉണ്ടായിരിക്കട്ടെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ യാതൊരു തിടുക്കവും ഇല്ല, യാതൊരു വെപ്രാളവും ഇല്ല. ഇവിടെ പുളിപ്പില്ലാത്ത അപ്പം എടുത്ത് വിശുദ്ധ കുർബാന നടത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അവന്റെ നിഴലിൽ നിർഭയം വസിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അപ്പം മാവ് പുളിക്കാൻ സമയമുണ്ട്. പുളിപ്പുള്ള അപ്പമാണ് നമ്മൾ എടുക്കുന്നത്. ഈ പുളിപ്പുള്ള അപ്പം നമ്മൾ എടുക്കുന്നത് നമ്മുടെ തയ്യാറെടുപ്പിനെ കാണിക്കുക. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അപ്രതീക്ഷിതമായിട്ട്, അശനിപാതം പോലെ പൊക്കോ. അതാണ് ഈ പെന്തക്കോസ്റ്റൽ ടീച്ചിങ്ങിൽ വരുന്ന എന്താണ്, ഈ പെട്ടെന്ന് കർത്താവ് ഇങ്ങോട്ട് വന്ന് ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കും ആളുകളെയൊക്കെ എടുത്തുകൊണ്ട് പോകും എന്നൊക്കെയാണ് പറയുന്നത്. സുറിയാനി സഭയുടെ ഉപദേശത്തിൽ ഓർത്തഡോക്സിയിൽ നമ്മൾ ഒരുക്കമുള്ളവരാണ്, നമ്മൾ തയ്യാറെടുപ്പുള്ളവരാണ്. പെട്ടെന്ന് അശരീവാദം പോലെ വരികയല്ല. കർത്താവിനെ അറിയുന്നവരും കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരുമാണ്. അതുകൊണ്ട് നമുക്ക് സമയമുണ്ട്, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് പുളിപ്പുള്ള അപ്പം കൊണ്ട് വിശുദ്ധ കുർബാന നടത്തുന്നത്. അത് നമ്മുടെ ഒരുക്കത്തെ സൂചിപ്പിക്കുന്നതാണ്, നമ്മുടെ തയ്യാറെടുപ്പിനെ സൂചിപ്പിക്കുന്നതാണ്, നമ്മുടെ പ്രത്യാശയെ സൂചിപ്പിക്കുന്നതാണ്. ഹോപ്പ്, പ്രത്യാശയെ സൂചിപ്പിക്കുന്നു. അപ്പം ഇത്ര ഈ വ്യത്യാസങ്ങൾ വരുന്നതിന് കാരണമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പുളിപ്പുള്ള അപ്പം കൊണ്ട്. കാരണം എന്നോട് ഈ 3-4 പേര് സംശയം ചോദിച്ചായിരുന്നു, ഈ പുളിപ്പുള്ള അപ്പമാണോ പുളിപ്പില്ലാത്ത അപ്പമാണോ ഉപയോഗിക്കേണ്ടതെന്ന്. അതുകൊണ്ടാണ് ഞാനിത് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത്. പുളിപ്പുള്ള
Yan pesahadini ni kiya mashiha modi picharu kakbanin pesahaya mata testudiyum manam താതനും മഹിമാ വന്ദനകൾ ശുദ്ധ മാവിനും ഉണ്ടാ ഉൾകൃപ പാപികളാ ഞങ്ങളിലും മേലും ലൂറിശിലേ വാതിൽ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം ബാർക്കുമോ. Dabu pesaho sharoile maru pesahabu pesaho abu sahalam besara hamilan shiho. Dabu pesaho sharoile maru pesahabu pesaho आप सहलान सरा हामिलाक्षी हो. दबु पेसा हो शरोइले मारु पेसा हब पेसा हो अब सहलान सरा हामिलान लुकुमो Buhato labu ikoro valaru hodu kodisho seguto romaro mala hato irahami vahano no nesfa sahun tarayuri shilim dalai nilo slavo sandam bim dom shi ho shubho lokmoran shubho lokmoran shubho lok sabaral molam barkumo. ഹായ്, വിനു ജോസഫ്, ബെന്നി, ഷിബു ജേക്കബ്. നിങ്ങൾ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് പാരമ്പര്യം എന്ന് പറയുന്നതാണ്. പാരമ്പര്യം ഓർത്തഡോക്സിയുടെ ഒരു പ്രത്യേകതയാണത്. കാരണം ട്രൂ ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ കർത്താവ് മുതലുള്ള പാരമ്പര്യമാണ്, ഇടയ്ക്ക് വന്നത് ഒന്നുമല്ല. അപ്പൊ ആ ട്രൂ ഓർത്തഡോക്സി ഉള്ളവർക്ക്, അന്ന് മുതൽ നേരിട്ട് കണക്ഷൻ ഉള്ളവർക്കാണ് ഈ പുളിപ്പുള്ള അപ്പം. കാരണം അവർക്ക് കൃത്യം അറിയാം എന്താണ് സംഭവിച്ചത്, എന്താണ് ചെയ്തത്. അതാണ് ഓർത്തഡോക്സി എന്ന് നമ്മൾ ഈ പറയുന്നത്. ഇനിയെങ്കിലും നമ്മൾ പ്രേക്ഷകർ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കുക. ഓർത്തഡോക്സി എന്ന് പറയുന്നത് അന്ന് മുതൽ ഇങ്ങോട്ട് പോരുക, വ്യത്യാസമില്ലാതെ അത് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അത് പിന്നീട് വന്നിരിക്കുന്ന ആൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. ബൈബിൾ വായിച്ച് സഭ ഉണ്ടാക്കിയവർക്കൊന്നും കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. അവർ ബൈബിൾ വായിച്ചിട്ടാണ് നോക്കുന്നത്. ബൈബിൾ വായിച്ചിട്ട് അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്ന് ഊഹിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ തെറ്റുപറ്റുന്നത്. ഈ പുളിപ്പുള്ള അപ്പം, പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കും.
ഇപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരികയാണ്. ഇപ്പൊ വിനു ജോസഫിന്റെ വീട്ടിലോട്ട്. അപ്പോൾ വിനു ജോസഫ് പെട്ടെന്ന് എനിക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വല്ല പുളിപ്പില്ലാത്ത എന്തെങ്കിലും അപ്പോൾ പെട്ടെന്ന് മാവ് കുഴച്ചൊരു അട ചുട്ട് തരാൻ പറ്റും. അപ്പം നല്ല വെള്ളയപ്പോ ഒക്കെ ചുട്ട് തരണമെങ്കിൽ ഞാൻ തലേ ദിവസം അറിയിക്കണം. തലേ ദിവസം പറയണം, വിനു ഞാനിങ്ങനെ ബുധനാഴ്ച അതുവഴി വരുന്നുണ്ട്. അപ്പം വിനു വൈഫിനോട് പറയും, അയ്യോ നമ്മുടെ ശുഭ സഹോദരനൊക്കെ വരുന്നുണ്ട്, നമുക്ക് ഇച്ചിരി മാവ് കുഴച്ച് വെക്കാം, നാളെ പാലപ്പം ചൂടാം. പ്രതീക്ഷയാണ്, ഹോപ്പ്, പ്രത്യാശ, ഹോപ്പ്. അതാണ് സുറിയാനി സഭയുടെ കുർബാനയിൽ കാണുന്ന പുളിപ്പുള്ള അപ്പം. കാരണം നമുക്കറിയാം, ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കും, ദാവീദ് പറയുകയാണ്. അപ്പം ഒരുക്കി കാത്തിരിക്കുന്നതാണ് തലേ ദിവസമേ ഒരുക്കുക വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി. പക്ഷെ മറ്റേന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പോരുന്നത് തിടുക്കത്തിലാണ്. അവൻ ടൈം കിട്ടില്ല, ഓർഡറാന്ന് പറഞ്ഞ് ഓടിച്ചു. അപ്പം അവൻ ആ ഓടിപ്പോരാണ്, തിടുക്കത്തെ സൂചിപ്പിക്കുകയാണ്, ഒരുക്കമില്ലായ്മയെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഒരുക്കമില്ലായ്മയുടെ ആണോ ഒരുക്കമുള്ളതിൻ്റെ ആണോ എന്നുള്ളതാണ്. അതാണ് സുറിയാനി സഭയുടെ തിയോളജി ഈ കാര്യത്തിൽ. ഞാൻ പറഞ്ഞ പോലെ എഴുതപ്പെട്ടൊരു തിയോളജി ഇല്ല. നമ്മൾ പിതാക്കന്മാരുടെ റൈറ്റിങ്സിൽ ചിതറിക്കിടക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ ഈ ആശയം നിങ്ങളോട് പറഞ്ഞത്. അദൃശ്യങ്ങളും ദൃശ്യങ്ങളുമായവയെ തന്റെ വചനത്താൽ നിർമ്മിച്ചവനും അനാദ്യന്തമായ തന്റെ ശക്തിയാൽ എല്ലാറ്റിനെയും ഉള്ളതിലേക്ക് കൊണ്ടുവരുന്നവനുമായ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, നീ വിശുദ്ധിയോടും പ്രകാശത്തിന്റെയും ജീവന്റെയും നീതിയുടെയും ശുചിത്വത്തിന്റെയും ഉറവയാകുന്നു. നീ ഞങ്ങളുടെ നിമിത്തം ഭേദം കൂടാതെ ശരീരിയായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി അപമാനങ്ങളും അധിക്ഷേപങ്ങളും അപഹാസങ്ങളും സഹിക്കുകയും ചെയ്തു. സ്വർഗീയ സൈന്യങ്ങളാൽ നീ ശുശ്രൂഷിക്കപ്പെടുമ്പോൾ മനുഷ്യനെ രക്ഷിപ്പാൻ വേണ്ടി ശുശ്രൂഷകനായി കാണപ്പെട്ട് അറിവില്ലാത്തവരും മൂഢന്മാരുമായ ശിഷ്യരെ അനേകരിൽ നിന്ന് നീ തിരഞ്ഞെടുത്തു. അവർക്ക് പുണ്യോപദേശം നൽകിയതിനാൽ നിന്റെ മനുഷ്യ സ്നേഹം മൂലം നീ ഇതിനെ നിവർത്തിച്ചു. രഹസ്യപൂർണമായ മാളികയിൽ അവരോടുകൂടെ ഭക്ഷണത്തിലിരുന്ന് പരിശുദ്ധ പെസഹയെ ഭക്ഷിച്ചു. ഗൂഢസംഗതികൾ വെളിപ്പെടുത്തി കാണിച്ചുകൊണ്ട് താഴ്മയുടെ മാതൃകയെ നിന്നിൽ തന്നെ ആദ്യമായി നീ അവർക്ക് കാണിച്ചു കൊടുത്തു. പിന്നീട് ശുശ്രൂഷകനെ പോലെ അത്താഴത്തിൽ നിന്നും എഴുന്നേറ്റ് തൂവാല നിന്റെ അരയിൽ ചുറ്റി പാത്രത്തിൽ വെള്ളമൊഴിച്ച് അവരുടെ കാൽ കഴുകി യഥാർത്ഥമായ ദൃഷ്ടാന്തം നീ അവരെ ഏൽപ്പിച്ചു കൊടുത്തു. വേറെ ഒരു പാരമ്പര്യം ഞാൻ വിട്ടുപോയി പറയാൻ. ഈ റോമാക്കാര് വിരുന്ന് നടത്തുമ്പം ഈ വിരുന്ന് നടത്തുന്ന ആളുടെ പേരിൽ എത്ര അക്ഷരമുണ്ടോ അത്രയും പാനപാത്രമാണ് വെക്കുന്നത്. നല്ല നീളമുള്ള ആള് വിരുന്ന് നടത്തിയാൽ അന്ന് വിരുന്നിന് ചെല്ലുന്നവൻ 8 കാലല്ലേ താഴെ പോരാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പൊ ഞാനൊക്കെ വിരുന്ന് നടത്താണെ നിങ്ങൾ വന്നാൽ 2 കപ്പ് വൈൻ തന്നാൽ മതി. കാരണം ഷിബു 2 അക്ഷരമല്ലേ ഉള്ളൂ. എന്നാല് നല്ല നീളമുള്ള പേരൊക്കെ ആണെങ്കിൽ ഒരുപാട് ചെല്ലുന്നവർക്ക് ഒരുപാട് കള്ളു കുടിക്കാം. അങ്ങനെയാണ്. നീളമുള്ള പേരാണെങ്കിൽ പേരിന് എത്ര അക്ഷരമുണ്ടോ. പെസഹ കർത്താവിന്റെ ഫീസ്റ്റാണ്. നമുക്കറിയാം കർത്താവിന്റെ പേരിന് എത്ര അക്ഷരമുള്ളേ. നമ്മൾ എപ്പോഴും പറയുന്നില്ലേ, ടെട്രാഗ്രാമാറ്റോൺ YHWH. അതുകൊണ്ട് ഈ 4 കപ്പ് യഹൂദന്മാർ വെക്കുന്നത്. അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. അത് ഞാൻ വിട്ടുപോയായിരുന്നു പറയാൻ. അതാണ് ഗൂഢസംഗതികളെ കർത്താവ് വെളിപ്പെടുത്തി. ഈ പെസഹയിൽ ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരം പറയുന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, 1500 വർഷം ഇസ്രായേൽ പെസഹ നടത്തി. എത്രയോ വീടുകളിൽ കോടിക്കണക്കിന് പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. പെസഹകൾ നടത്തി. എത്രയോ വീടുകളിൽ പിള്ളേരിരുന്ന് ചോദിച്ചു, ഈ രാത്രിക്ക് മറ്റു രാത്രിയേക്കാൾ എന്താണ് വിശേഷത? എത്ര യഹൂദന്മാർ എക്സ്പ്ലെയിൻ ചെയ്ത് കാണും. 1500 വർഷം എക്സ്പ്ലെയിൻ ചെയ്തിട്ടും അന്ന് രാത്രി യേശു കർത്താവ് ശിഷ്യന്മാരുടെ ഇരുന്നപ്പോ അപ്പോഴാണ് ആ എക്സ്പ്ലനേഷന്റെ ഒരു പൂർത്തീകരണം. അതിന്റെ ഒരു വീഡിയോ ടേപ്പ് കിട്ടിയിരുന്നത് നല്ലതായിരുന്നു. എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ $99.99 അയക്കാമെങ്കിൽ ഞാൻ അയച്ചു തരാം. ഇപ്പൊ ഇങ്ങനെ ഒരു പരസ്യം കൊടുത്താൽ അതിനും പൈസ അയക്കാൻ വിഡ്ഢികളുണ്ട്. ഇപ്പൊ ഞാൻ പറയാണ്, യേശു ക്രിസ്തു നടത്തിയ പെസഹയുടെ ഒറിജിനൽ വീഡിയോ ടേപ്പ് എൻ്റെ കയ്യിലുണ്ട്, $99 അയക്കാൻ പറഞ്ഞാൽ അത് അയക്കുന്ന 1000 വിഡ്ഢികളുണ്ട്. കാരണം ഈ ലോകത്ത് അങ്ങനെയാണ്. ഈ കൊറോണ വരുമ്പോൾ എല്ലാം ഒറ്റയൊരുത്തനെ കാണുന്നില്ല. ശാപം പൊട്ടിക്കുന്നവനെ കാണുന്നില്ല, രോഗം മാറ്റുന്നവനെ കാണുന്നില്ല, പ്രവചിക്കുന്നവനെ കാണുന്നില്ല, ആരെയും കാണുന്നില്ല. ഇത് കഴിയുമ്പോൾ അവരിറങ്ങുമ്പോൾ പിന്നെയും ചെല്ലും. വിഡ്ഢികൾക്ക് മാത്രം പഞ്ഞമില്ല. ഇപ്പൊ ഞാൻ പറയണ, യേശു ക്രിസ്തു പൗലൂസിന്റെ പ്രസംഗത്തിന്റെ ടേപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും കാശ് മേടിക്കണം. $14.99. അന്നേരം ആളുകൾ അയക്കാൻ നിൽക്കും.
മനസ്സിലായോ? ഇവിടെ അമേരിക്കയിൽ ഒരുത്തനുണ്ട്, ജോൺ ഹാഗി എന്ന് പറഞ്ഞു. എന്തോ ഒരു കോടിക്കണക്കിന് രൂപയാണ്. ചുമന്ന ചന്ദ്രൻ വരുന്നു, മഞ്ഞ ചന്ദ്രൻ വരുന്നു, ദേ വരുന്നു, ദാ വരുന്നു, പുള്ളി എത്ര കോടിക്കണക്കിന്, ബ്ലഡ് മൂൺ വരുന്നു. വിഡ്ഢികളായ അമേരിക്കക്കാര് 40 ലക്ഷം പുസ്തകമാണ് പുള്ളിയുടെ മേടിച്ചത്. കുറഞ്ഞത് 40 ലക്ഷം വിഡ്ഢികൾ അമേരിക്കയിലുണ്ടെന്ന് മനസ്സിലായി. നമ്മളവർക്ക് അമേരിക്കക്കാർ വലിയ ബുദ്ധിമാന്മാരാണ്. അപ്പൊ ഇതാണ് ഈ മതത്തെ കച്ചവടം ചെയ്യുന്നത്. അപ്പൊ ഏതായാലും ആ രാത്രി, സ്നേഹത്തിൽ ജ്വലിച്ചു നിന്ന രാത്രി, വിശേഷതയുള്ള രാത്രി, 1500 വർഷം യഹൂദന്മാരുടെ ഭവനങ്ങളിൽ പിള്ളേർ ചോദിച്ചു ഈ രാത്രിയുടെ വിശേഷത എന്താണ്. 1500 വർഷം കഴിഞ്ഞപ്പോ ആ വിശേഷത കേൾക്കാൻ യോഗമുണ്ടായത് ആ 12 പേർക്കാണ്. ആ 12 പേര്, അതിൽ നിന്ന് ആ യോഗം ഉണ്ടായ 12 പേരിൽ നിന്നാണ് ഒരുത്തൻ ചാടിപ്പോയത്. നിങ്ങൾ ഓർക്ക്, മനസ്സിലായോ? ആ അത്ര ശ്രേഷ്ഠമായ കാര്യം 1500 വർഷം ചോദിച്ചിട്ടും കൃത്യമായിട്ട് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ദുർഭകനോടെ പോയി കൂരിരുളിൽ ചേർന്നു, പ്രഭയെ ദ്വേഷിച്ചോ നിരുൾ സ്നേഹിച്ചു. ഉജ്ജ്വല സൂര്യൻ തൻ കതിരുകൾ കാണായ്വാൻ, ദൃഷ്ടികൾ തൻ ദീപ്തി മങ്ങിപ്പോയി. ഞാൻ ഈ പെസഹായുടെ ഒരു സദറ, സൂത്താറയുടെ സദറയാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഈ പെസഹായുടെ ഒരുപാട് സദറയുണ്ട്. നിങ്ങളിങ്ങനെ ഒരു ബുക്ക് മേടിക്കണം. ഇപ്പോൾ ഈ കൊറോണയൊക്കെ കഴിയുമ്പോൾ കഷ്ടാനുഭവ ആഴ്ചയിലെ പ്രുമിയോൻ സദറ കിട്ടും. അതുപോലെ 3 നോയമ്പിലെയും വലിയ നോയമ്പിലെയും പ്രുമിയോൻ സദറ കിട്ടും. ഈ ബുക്കുകൾ മേടിച്ചിട്ട് നിങ്ങളിത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും സുറിയാനി സഭയുടെ തിയോളജി എവിടെയാണ് കിടക്കുന്നത്, എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇത് എവിടുന്നാ വായിക്കുന്നത്, എവിടുന്നാ മേടിക്കുന്നത്, ഇത് എവിടുന്നാ വായിക്കുന്നത്, എവിടുന്ന് മേടിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ പള്ളിയിൽ ഇരിപ്പുണ്ട്, നിങ്ങളുടെ ബുക്ക് സ്റ്റാളുകളിലും ഉണ്ട്. അല്ല, ഞാൻ ഒരിടത്തു നിന്നും മന്ത്രം ചൊല്ലിയൊരു സാധനവും വരുത്തുന്നില്ല. സഭയുടെ പുസ്തകങ്ങളിൽ നിന്ന് മാത്രമാണ് ഇവിടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സദറ ഞാൻ തുറന്നു വായിക്കാം. അവിടെ ഇങ്ങനെ പറയുകയാണ്, പിന്നീട് ശുശ്രൂഷകനെ പോലെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് തൂവാല നിന്റെ അരിയിൽ ചുറ്റി പാത്രത്തിൽ വെള്ളമൊഴിച്ചു അവരുടെ കാൽ കഴുകി യഥാർത്ഥമായ ദൃഷ്ടാന്തം നീ അവരെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ ഇളയവനിൽ നിന്ന് ആരംഭിച്ച് ഒടുവിൽ പത്രോസിന്റെ അടുക്കൽ ചെന്ന് താഴ്മയുടെ മാതൃകയെ ഞങ്ങൾക്ക് കാണിച്ചു പഠിപ്പിച്ചു. കണ്ടോ, ഇളയവനിൽ നിന്നാണ് തുടങ്ങിയത്. അതാ ഞാൻ പറഞ്ഞ ജൂബിഷ് ട്രഡീഷനാണ് എപ്പോഴും ഏറ്റവും ഇളയവനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പ്രോബബ്ലി യോഹന്നാനായിരിക്കും ചോദിച്ചത്. ചോദ്യം ഇതാണ്, ഈ രാത്രിക്ക് മറ്റു രാത്രികളിൽ നിന്ന് എന്താണ് വ്യത്യാസം? ഈ രാത്രിക്ക് മറ്റു രാത്രികളിൽ നിന്ന് എന്താണ് കർത്താവേ വ്യത്യാസം? എന്താണ് വ്യത്യാസം? രഹസ്യം രഹസ്യം കൽപ്പിച്ചീശൻ, രഹസ്യമെനിക്കും എൻ വീട്ടാർക്കും സ്വർഗീയനായ മണവാളാതെ സ്തുതിയെന്ന് ഞങ്ങൾ ഘോഷിക്കുന്നു. മൃതിയെ കെടുത്തി താതാവിനു പ്രാണൻ കൊടുത്ത
മനോജൻ ഭുജിച്ചതുമിതു താൻ കൊലയ്ക്കായി നയിക്കപ്പെട്ടോരജമായി ഏശായ കണ്ട ദർശനമിതു താൻ നോക്കി പാർക്കും നാളിൽ നോഹ ബോധത്തിൽ മോദായി കണ്ടതുമിതു താൻ പ്രഥമം പ്രത്യക്ഷതയും രഹസ്യ നാഥൻ നിയമിച്ച നാളും ഇതു താൻ അജത്തെ വധിച്ച് രിപുവിൽ നിന്നും കിടയെ വിടത്ത പെരുന്നാളിതു താൻ ഇന്നേ ദിവസം ഹർമ്മേ മഷിഹ ശിഷ്യ സഹിതം പെസഹ ഭുജിച്ചു യാക്കോബ് സുതക്ക് മരുവിൻ നടുവിൽ കുടിപ്പാൻ കൊടുത്ത ശൈലവുമിതു താൻ സീനായി മലമേൽ വന്നിറങ്ങി മേഘസ്തംഭേ വസിച്ചോനിവൻ താൻ ഈ പെരുന്നാളിൽ ജീവനഗാത്രം വിഭജിച്ചവനെ നരരെ സ്തുതിപ്പിൻ മേടത്തിലീശ തനയൻ ഹതനായി മേടം തന്നിൽ പെസഹ അജവും ഭൂവാസികളെ സുതരത്താൻ വിടുവിച്ചവനെ സ്തുതി പാടിടും സ്വർഗീയനായ മണവാളാതെ സ്തുതിയെന്ന് ഞങ്ങൾ ഘോഷിക്കുന്നു. രഹസ്യം ഇവനാരാണ്? ആ തീജ്വാലയിൽ കണ്ടവൻ, ആ മുൾപ്പടർപ്പിൽ തീയായി കണ്ടവൻ, മിസ്രയീമിൽ സംഹാരദൂതൻ സന്ദർശനം നടത്തിയപ്പോൾ ജനത്തെ ചേർത്തു പിടിച്ചവൻ, 600,000 പേരെ ചിറകുകളിൽ വഹിച്ച് മരുഭൂമിയിലൂടെ 40 വർഷം നടത്തിയവൻ, മന്നയായും തീക്കൽ പാറയായും അവരെ അനുഗമിച്ചവൻ, സാക്ഷാൽ ജീവന്റെ അപ്പം, ഇപ്പോൾ ആ രാത്രിയിൽ രഹസ്യങ്ങളുടെ മാളികയിൽ തന്റെ ശിഷ്യന്മാരുമായിട്ടിരിക്കുകയാണ്. അതാണ് സഭയുടെ രഹസ്യം. അതുകൊണ്ടാണ് ഈ പാട്ടിങ്ങനെ പാടുന്ന രഹസ്യം. ആ രഹസ്യങ്ങളുടെ മാളികയിൽ അവൻ രഹസ്യത്തെ വെളിപ്പെടുത്തി. ഇന്ന് അവൻ നമ്മോടുകൂടെ വസിക്കുന്നു. ദൈവം നമ്മോടുകൂടെ. 1500 വർഷം ഇസ്രായേൽ അനുഷ്ഠിച്ച ആ പെരുന്നാൾ, 1500 വർഷം ഇസ്രായേൽ അനുഷ്ഠിച്ച പെരുന്നാൾ നിവൃത്തിയാക്കിക്കൊണ്ട് നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. സാക്ഷാൽ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതിനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ പെസഹാടാണ് ഇതെന്നാണ് യോഹന്നാൻ ചൂണ്ടിക്കാട്ടിയത്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. പൗലോസ് പറയാണ് 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ, നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു
അറുക്കപ്പെട്ടു എന്നുള്ള ആ ബോധ്യം. അതുകൊണ്ടാണ് നമുക്ക് ആ മോദം തരുന്നു, സന്തോഷം തരുന്നു എന്ന് ഈ പാട്ടുകളിനകത്തെല്ലാം പാടുന്നത്. സകല ജനത്തെയും മോദിപ്പിക്കുന്ന ആ വാർത്ത, ആ സുവിശേഷം, യഥാർത്ഥ സുവിശേഷം. അപ്പോൾ ഇസ്രായേലിലെ പിള്ളേര് ചോദിക്കുന്ന ചോദ്യം തന്നെ യോഹന്നാന് ചോദിച്ചു കാണും എന്ന് നമ്മൾ ഊഹിച്ചു. ആ ചോദ്യം ഇന്ന് നമ്മുടെ മനസ്സിലും കാണും. അതുകൊണ്ടാണ് ഈ സുറിയാനി സഭയുടെ ഈ ആരാധന ലിറ്റർജിയില് ആരാധന സമ്പ്രദായത്തില് ഈ പെസഹയുടെ ശുശ്രൂഷ വെളുപ്പിനെ 2 മണിക്ക് വെക്കുന്നത്. ഈ വെളുപ്പിനെ 2-ന് എഴുന്നേറ്റ് ഈ പെസഹായിക്ക് പോവാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അഫക്റ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെയാണ്. കാരണം അവർക്കത് ശീലമില്ല. വെളുപ്പിന് എഴുന്നേക്കുക, 2-ന് എഴുന്നേക്കുക, ഉറക്കമുള്ളപ്പോൾ പള്ളിയിൽ പോവുക. എന്തിനാ അങ്ങനെ വെച്ചെന്നറിയോ? ഇപ്പൊ അതെല്ലാം ഫാഷനായിട്ട് മാറ്റി ബുധനാഴ്ച വൈകുന്നേരം മിക്ക പള്ളിയിലാക്കിയിട്ടുണ്ട്. കള്ളന്മാർ വരുമെന്നാണ് പറയുന്നത്. വീട്ടിൽ കള്ളം കയറും. അതുകൊണ്ട് നമ്മൾ ഏതായാലും കുറച്ച് നാളായി അങ്ങനെ. ഇപ്രാവശ്യം പിന്നെ കൃപയാൽ എല്ലാവർക്കും വീട്ടിലുണ്ട്, ഒരു കള്ളനും വരികയില്ല, എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. നമ്മൾ പാരമ്പര്യങ്ങൾ ചോദിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇപ്പോൾ ഉറക്കളയ്ക്കാനൊന്നും താല്പര്യമില്ല. അതിനുള്ള ഇതിന് എക്സ്ക്യൂസാണ്. പാരമ്പര്യമായിട്ട് വെളുപ്പിനെ 2-നായിരുന്നു വിശുദ്ധ കുർബാന. എന്തിനാണ് ഈ വെളുപ്പിനെ 2-ന് വെച്ചെന്ന് ആർക്കും അറിയത്തില്ല. വെളുപ്പിനെ 2-ന് വെച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് ചിൽഡ്രൻ ആസ്ക് ക്വസ്റ്റ്യൻസ്. അതിനാണ് കുട്ടികൾ ചോദ്യം ചോദിക്കണം. നമ്മൾ എന്തിനാണ് ഈ വെളുപ്പിനെ പോകുന്നത്? കാരണം പിള്ളേർക്ക് ഉറക്കപ്പിച്ച് വരുന്നു, ഉറക്കച്ചടവ് വരുന്നു. അപ്പൊ അവരെ കൊണ്ട് യഹൂദ പാരമ്പര്യമാണിത്. പാരമ്പര്യത്തിനും വലിയ മതിപ്പില്ലാത്തവൻ ഇതെല്ലാം മാറ്റി വിടുന്നത്. നമുക്ക് എപ്പോഴും ഉച്ചയ്ക്ക് കുർബാന ഇല്ലേക്കാം. നേരത്തെ തന്നെ സീരിയൽ വരുന്നതിന് മുമ്പ് പെസഹായുടെ ശുശ്രൂഷ എല്ലാം നമുക്ക് കിടന്നു ഇങ്ങനെ ഇത് സന്ധ്യക്കാക്കിയേക്കാം. ഇതെല്ലാം അങ്ങ് തോന്നുകയാണ്. കാരണം ഇത് എന്തിനാ വെച്ചെന്നുള്ളത് അറിയത്തില്ല. കാരണം ഇത് വെളുപ്പിനെ 2-ന് വെച്ച പ്രത്യേകിച്ച് ദൈവം പ്രസാദിക്കോ ഇല്ല. എപ്പം വെച്ചാലും ദൈവം കേൾക്കത്തില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ചൊല്ലുന്ന ഒരു ടേപ്പ് പ്ലേ ചെയ്താൽ മതില്ല? നിങ്ങൾ തന്നെ ചൊല്ലണമെന്നുണ്ടോ? പെസഹായ്ക്ക് എന്തുമാത്രം പാട്ട്, ഇതെല്ലാം വെറുതെ നിങ്ങൾ ചൊല്ലി തൊണ്ട കളയുന്നു. ഒരു ടേപ്പ് അങ്ങ് പ്ലേ ചെയ്താൽ പോരെ. ഇതെല്ലാം തോന്നും. അപ്പൊ ഇതെന്തിനാ വെച്ചെന്ന് ചോദിച്ചാൽ വെളുപ്പിനെ 2-ന് പെസഹായുടെ ശുശ്രൂഷ വെക്കുന്നത് മേക്ക് ചിൽഡ്രൻ ആസ്ക് ക്വസ്റ്റ്യൻസ്. പിള്ളേർ ചോദിക്കണം, ഇതെന്തിനാ നമ്മൾ ഈ വെളുപ്പിനെ പോകുന്നത്? അപ്പം അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അതുകൊണ്ടാണ് യഹൂദന്മാരുടെ പിള്ളേർ ചോദിക്കും, ഈ രാത്രിക്ക് എന്ത് വിശേഷതയാണുള്ളത്? സാധാരണ നമ്മൾ പള്ളിയിൽ പോകും കുർബാനയ്ക്ക്. പക്ഷെ ഇന്ന് മാത്രം നമ്മൾ ഈ കുർബാനയ്ക്ക് തന്നെ വെളുപ്പിനെ പോകുന്നത്. അത് പിള്ളേരെ കൊണ്ട് ചോദിപ്പിക്കാനാണ് അങ്ങനെ ഒരു പാരമ്പര്യം വന്നത്. പിള്ളേരതൊന്നും ചോദിക്കേണ്ട, പിള്ളേരതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എന്തൊരു സംശയമുണ്ട് പിള്ളേർ ഗൂഗിൾ ചെയ്ത് നോക്കട്ടെന്നൊക്കെയാണ്, കുഴപ്പമില്ല, നമുക്ക് വൈകുന്നേരം ചൊല്ലാം. അപ്പോൾ ഏതായാലും ഏറ്റവും ശ്രേഷ്ഠവും ധന്യവും ശുഭകരവുമായിരിക്കുന്ന ഈ ശുശ്രൂഷ ഈ വർഷം പിന്നെ ദൈവത്തിൻ്റെ കൃപയാൽ ആരുടെ വീട്ടിൽ കള്ളം കയറത്തില്ല. എല്ലാവരും വീട്ടിലുണ്ട്. അതുകൊണ്ട് കള്ളന്മാരെ പേടിക്കേണ്ട. അതിനില്ല, കള്ളന്മാരാരും അന്യസംസ്ഥാന കള്ളന്മാരൊന്നും ഈ കൊറോണയെ പേടിച്ച് കേരളത്തിൽ വരുന്നുമില്ല. ഇപ്പം അതുകൊണ്ട് എല്ലാവരും വളരെ സേഫാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു പെസഹ ഞാൻ ആശംസിക്കുന്നു. ഈ ദൈവാലയത്തിൽ പെസഹ ആക്ച്വലി നടക്കുമ്പം യഹൂദന്മാരുടെ വീട്ടിൽ ചെറിയ പെസഹ അവർ നടത്തും. നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഒറ്റ ദിവസം തന്നെ അവിവാസം 14 അവിവാസം 14-ന്റെ തുടക്കത്തിലാണ് വീടുകളിൽ അവർ നടത്തുന്നത്. 14 തീരുമ്പോഴേക്കാണ് പള്ളിയിൽ അവർ നടത്തുന്നത്. അങ്ങനെയാണ്. അതായത് വ്യാഴാഴ്ച വൈകിട്ട് വീടുകളിൽ അവർ പെസഹ നടത്തുന്നു. വെള്ളിയാഴ്ച ഉച്ചയാകുമ്പോഴേക്കും യെരുശലേം ദൈവാലയത്തിൽ അവർ പെസഹ കുഞ്ഞാടിനെ അറക്കുന്നു. അപ്പൊ സാക്ഷാൽ പെസഹ കുഞ്ഞാട് ആ കൃത്യസമയത്താണ് കുരിശിൽ തൂങ്ങിക്കിടക്കുന്നത്. നിങ്ങളത് മനസ്സിൽ വെക്കുക. ഈ ഒരു യഹൂദ പാരമ്പര്യത്തിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പെസഹാപ്പം ഉണ്ടാക്കുന്നത്. ഇൻട്രിയപ്പം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഉണ്ടാക്കി വീടുകളിൽ ഒരു ചടങ്ങ് വെക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഇന്ന് വരെ? പള്ളികളിലല്ലേ ചടങ്ങ് നടക്കുന്നത്? പെസഹയുടെ ശുശ്രൂഷ യഥാർത്ഥത്തിൽ പള്ളിയിലല്ല നടക്കുന്നത്. പക്ഷെ പള്ളിയിൽ നടക്കുന്ന ചടങ്ങിനോട് തുല്യമായ, ഒട്ടും കുറവില്ലാത്തൊരു ശുശ്രൂഷ വീടുകളിൽ പാരമ്പര്യമായിട്ട് നടത്തുന്നു. അത് എവിടുന്ന വന്നു വെച്ചാൽ അതും യഹൂദ പാരമ്പര്യമാണ്. ജൂവിഷ് ട്രഡീഷനിൽ നിന്നാണ് അതും വന്നത്. കാരണം യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. ആ പതിവിൽ നിന്നാണ് അവരങ്ങനെ വന്നത്. ഞങ്ങൾക്കായുളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക. നിൻഹാശായിൻ കഷ്ടതയാൽ നേടണമവകാശം. രാജേദേവാ ദയയുണ്ടാ
പെരുന്നാളാം പെസഹ വന്നു. നാഥൻ പ്രേരണ കൂടാതെ സ്വയമേ കുഞ്ഞാടായി തീർന്നു. നിൻഹിതമെന്തെന്നറിയിക്ക പെസഹായെവിടെയൊരുക്കേണം. സദയം താണോരുന്നതനോ ദേവം ശിഷ്യർ ചോദിച്ചു. ദേവാ ദയയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻപാ. എല്ലാവരും പെസഹ ആശംസകളൊക്കെ എഴുതുന്നുണ്ട്. യു ക്യാൻ ഗ്രീറ്റ് പെസഹ ആശംസ. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. നമ്മുടെ ജിജിച്ചാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നാൽ അവല് നനച്ച് തരുമെന്ന്, അപ്പം ചുട്ടു തരികയെന്നാണ് എഴുതിയിരിക്കുന്നത്. താങ്ക് യു. അവരെല്ലാം കിട്ടുമല്ലോ. അപ്പം നമ്മളിതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സമ്മറി. നമ്മളെ തിടുക്കത്തെ സൂചിപ്പിക്കുകയാണ്. സോ എല്ലാവർക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട പെസഹ ആശംസിക്കുന്നു. പെസഹയുടെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും ഇരുന്ന് ആ പൗലുസ്ലിഹായെ പറ്റി ചിന്തിക്കും. പൗലുസ്ലിഹ അന്ന് ലിറ്ററലി ആ പെസഹയിൽ പങ്കെടുത്ത ആളാണ്. ലിറ്ററലി ആ പെസഹയിൽ പങ്കെടുത്ത ആളാണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി യഥാർത്ഥ പെസഹ കുഞ്ഞാട് ക്രിസ്തു ആയിരുന്നു. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു എല്ലാവർക്കും. ഞാൻ കമന്റ്സ് നോക്കുക. നമ്മൾ ഈ സ്ഥിരമായിട്ട് തുടർന്ന് ഓരോ ഇതിനകത്ത് പാടുന്ന ലൊക്കുമോർ തെശു പുഹത്തോ എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഈ വരികളുണ്ടല്ലോ, നാദാത്തെ സ്തുതിയും മാനം താതനും, അത് ട്രിനിറ്റി വർഷിപ്പാണ്. ഞാനത് Sosegto rumaromo walai hatoye rahme vaganono nespa sahentar ayuri shilendalayen nelon slavosa dambim damshi Shubho, look more Shubho, look more Shubho, look Sabaran Olam Barakmo. ഈ പാട്ടിന്റെ ഓഡിയോ ക്ലിപ്പും അതിന്റെ ലിറിക്സും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടാം. നിങ്ങൾക്ക് പാടുകയും പഠിക്കുകയും ചെയ്യാം. അങ്ങനെ മലയാളത്തിൽ നമ്മൾ നാഥാതേ സ്തുതിയും മാനം താതനും മഹിമാ വന്ദനകൾ ശുദ്ധാത്മാവിനും ഉണ്ടാകൽ കൃപ മേലാൽ ഊർശലേമിൽ നിന്നും മുകളിലെ മേലിലുള്ള ഊർശലേമിലേക്ക് ആ സിംഹാസനത്തിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ചെല്ലട്ടെ. അപ്പം അത് ട്രിനിറ്റേറിയനാണ്. ഞാൻ പറഞ്ഞ സുറിയാനി സഭയുടെ പ്രാർത്ഥനകളും വർഷിപ്പും ട്രിനിറ്റേറിയനാണ്. അപ്പം അതിൽ നിന്നാണ് സുറിയാനി സഭയെ ഇപ്പോൾ യേശുനാമത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാഥാതേ സ്തുതിയും മാനം താതന്നും മഹിമാ വന്ദനകൾ ശുദ്ധാത്മാവിനും. കണ്ടോ, നാഥാതേ സ്തുതിയും മാനം താതന്നും മഹിമാ വന്ദനകൾ ശുദ്ധാത്മാവിനും. കണ്ടോ, ട്രിനിറ്റിയാണ്. എന്നിട്ടാണ് ഉണ്ടാകുൽ കൃപ പാപികളാം ഞങ്ങളിലും
മേലിലുള്ള ഉറുശിലേം വാതിൽ സിംഹാസനം അണയണം ഈ പ്രാർത്ഥന മഷിഹ. പിന്നെ സ്തോത്രം കർത്താവേ സ്തോത്രം. അപ്പം വർഷിപ്പ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആരാധനാ പാരമ്പര്യം സുറിയാനി സഭയ്ക്കുണ്ട്. യു ആർ സോ ബ്ലസ്ഡ്. സുറിയാനി സഭയിലായിരിക്കുന്ന ഓരോ ആളുകളെയും നിങ്ങൾ മനസ്സിലാക്കണം, ദ മോസ്റ്റ് ഏൻഷ്യൻ ട്രഡിഷൻ, കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് വന്നിരിക്കുന്ന ആ പാരമ്പര്യത്തിന്റെ ഒരു ചങ്ങലയുടെ അവസാനത്തെ കണ്ണികളായിട്ട് നിങ്ങൾ നിൽക്കുകയാണ്. അപ്പൊ എത്ര മഹത്തായ പാരമ്പര്യമാണ് ഉള്ളത് എന്ന് ഓർക്കുക. മറ്റുള്ളവരൊക്കെ കേട്ടറിഞ്ഞും വായിച്ചറിഞ്ഞും സ്വയമായി രൂപപ്പെടുത്തിയതുമായ പല തരത്തിലുള്ള ലിറ്റേർജികളും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കോ നമ്മുടെ കർത്താവിൽ നിന്ന് നേരിട്ട് ആ മാളികമുറിയിൽ എങ്ങനെ അവർ പെസഹ ആചരിച്ചോ അതിനെ നേരിട്ട് കണ്ടവർ സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയുടെ പിന്തുടർച്ചയുടെ പാരമ്പര്യം നമുക്കുള്ളത് കൊണ്ട് വി ആർ സോ ബ്ലസ്ഡ്. സോ അതിൽ സന്തോഷിക്കുക. എല്ലാവർക്കും പെസഹയുടെ ആശംസകൾ അർപ്പിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.